City Gold, Gold and Diamonds, Kerala and Karnataka. أنت نور الله فجرا جئت بعد العسر يسرا ربنا أعلاك قدرا يا إمام الأنبياء أنت في الوجدان حي أنت للعينين ضي أنت عند الحوض ري أنت هاد وصفي يا حبيبي يا محمد يا نبي سلام عليك يا رسول سلام عليك يا حبيب سلام عليك اللهم وفقنا ووفق من قصدنا حج بيتك الحرم وزيارة نبيك الحبيب المصطفى محمد صلى الله عليه وسلم مع الصحة والعافية والسلامة يا رب العالمين. اللهم ربنا آتنا خير الدنيا وخير الآخرة واصرف عنا شر الدنيا شر الآخرة. اللهم اجعل حجنا حج من يحجنا حجا مبرورا وسعيا مشكورا وذنبا مغفورا وتجارة لن تبور يا رب العالمين. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين آمين برحمتك يا أرحم الراحمين. وصلى الله تعالى وسلم على خير خلق سيدنا محمد وآله وصحبه أجمعين. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين. അദ്ദേഹത്തെയും മുസ്ലിം ലീഗിൻ്റെ കാസർഗോഡ് ജില്ലാ കമ്മിറ്റിക്ക് വേണ്ടി നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഈ പരിപാടിയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. ബഹുമാന്യനായ
CT അഹമ്മദ് സാഹിബ് കഴിഞ്ഞ 50 വർഷത്തിലധികമായി കാസർഗോഡിൻ്റെ പൊതുജീവിതത്തിൽ നിലനിൽക്കുന്ന മുൻ മന്ത്രി, 35 കൊല്ലക്കാലം MLA, മുസ്ലിം ലീഗിൻ്റെ ജില്ലാ മുതൽ സംസ്ഥാന വരെയുള്ള കമ്മിറ്റികൾ ഭാരവാഹിയായിക്കൊണ്ട് പ്രവർത്തനം നടത്തി വരുന്ന നമ്മളെല്ലാം പ്രിയങ്കരനായ CT അഹമ്മദ് സാഹിബ് ഇപ്രാവശ്യത്തെ പരിശുദ്ധ ഹജ്ജ് നിർവഹിക്കാൻ വേണ്ടി പുറപ്പെടുകയാണ്. അദ്ദേഹത്തിന് അടക്കം ഇന്നത്തെ പരിപാടിയിലെ മുഴുവൻ ഹജ്ജാജിമാർക്കുമുള്ള ഒരു യാത്രാ പരിപാടിയാണ് മുസ്ലിം ലീഗ് ജില്ലാ കമ്മിറ്റി തീരുമാനിച്ചിട്ടുള്ളത്. ബഹുമാനായ CT അഹമ്മദ് സാഹിബിനെ മുസ്ലിം ലീഗിൻ്റെ കാസർഗോഡ് ജില്ലാ കമ്മിറ്റിക്ക് വേണ്ടി നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഈ പരിപാടിയിലേക്ക് ഞാൻ ആദ്യമായി ഇതുപോലെ കഴിഞ്ഞ 10-15 വർഷമായി കാസർഗോഡ് തലങ്കര മാലിക്കാവ് ജമാഅത്ത് പള്ളിയിൽ ഖത്തീബായി സേവനമനുഷ്ഠിച്ചു വരുന്ന നമ്മുടെ ഖത്തീബുമാരുടെ എങ്ങനെ ബാധിക്കുന്നു എന്നൊരാശങ്ക ന്യൂനപക്ഷങ്ങൾക്ക് മുഴുവനായി നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം ന്യൂനപക്ഷ വിഭാഗം, പിന്നോക്ക വിഭാഗങ്ങൾക്ക് അനുകൂലമായ രീതിയിൽ വരുന്ന ഒരു ഭരണകൂടം വരണമെന്ന പ്രാർത്ഥനയായിരിക്കണം നിങ്ങളുടെ യാത്രയിലുടനീളം ദുആക്ക് ഉത്തരം ലഭിക്കുന്ന സ്ഥലങ്ങളിൽ നിങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവേണ്ടതാണ് നിങ്ങളോട് അഭ്യർത്ഥിക്കാനുള്ളത്. ആദ്യമായി പോകുന്ന യാത്രക്കാർക്ക് ഹജ്ജ് കർമ്മങ്ങൾ എങ്ങനെ നിർവഹിക്കണമെന്ന് വ്യക്തമായി മനസ്സിലാക്കുന്ന രീതിയിൽ പണ്ഡിതന്മാർ ക്ലാസ് എടുത്തുകൊണ്ട് പറയുമ്പോൾ നിങ്ങൾക്ക് ആ പുണ്യഭൂമിയിലേക്ക് എത്തിച്ചേരുമ്പോഴുള്ള ആശങ്കകൾ ഒഴിവാക്കുന്നതിന് വളരെയധികം ഉപകാരപ്പെടും. അതുകൊണ്ടാണ് ഇത്തരം ക്ലാസുകൾ സംഘടിപ്പിക്കുന്നതും. അതുപോലെ ഹജ്ജ് യാത്ര ചെയ്ത് പരിചയമുള്ള പണ്ഡിതന്മാർ വളരെ വിശദമായി അത് വിശദീകരിച്ചുകൊണ്ട് നിങ്ങളുടെ യാത്രയിലെ ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കുന്നതിന് വേണ്ടിയാണ് ഇങ്ങനെ പഠന ക്ലാസുകൾ സംഘടിപ്പിക്കുന്നത്. ഒരു കാലത്ത് ബോംബെയിൽ നിന്ന് മാത്രം ഹജ്ജ് യാത്ര ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഒരു 10-40 വർഷങ്ങൾക്ക് മുമ്പ് കേരളത്തിലോ അല്ലെങ്കിൽ ഇന്ത്യയുടെ മറ്റു ഭാഗങ്ങളിലോ അതിനുള്ള സൗകര്യങ്ങളില്ലാത്ത കാലത്ത് കപ്പൽ വഴിയും വിമാനങ്ങൾ വഴിയും ബോംബെയിൽ നിന്ന് മാത്രമായിരുന്നു ഹജ്ജാജിമാർ യാത്ര ചെയ്തിട്ടുണ്ട്. ഇതിന് ഉടനെ ഹജ്ജാജിമാർ ബോംബെയിലെത്തുകയും മുസാഫർക്കാരുമായി ബന്ധപ്പെട്ട് വളരെയധികം ക്ലേശപ്പെടുന്നത് ഞാൻ നേരിട്ട് കണ്ട് അനുഭവിച്ച ഒരു വ്യക്തിയാണ്. ചിലപ്പോൾ ആഴ്ചകളും മാസങ്ങളോളം കാത്തിരുന്നുകൊണ്ട് അതിനുവേണ്ടിയുള്ള കഷ്ടതകൾ അനുഭവിക്കുന്ന പ്രായമായ സ്ത്രീകളും പുരുഷന്മാരും വളരെയധികം ബുദ്ധിമുട്ടുകളുണ്ടായിരുന്ന ആ കാലങ്ങളിൽ ഹജ്ജ് യാത്ര നിർവഹിച്ചിരുന്നു. അതിനു മുമ്പ് ഭക്ഷണം ഉൾപ്പെടെയുള്ള സാധനങ്ങളുമായി എത്തിപ്പോകുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു. അതിനുശേഷം വിമാനമാർഗം യാത്ര ചെയ്യുന്നതിന് ശേഷം ഭക്ഷണങ്ങൾ ഹോട്ടലുകളിൽ നിന്നും മറ്റുമായി ഭക്ഷണങ്ങൾ ഉള്ള സൗകര്യങ്ങൾ ഉണ്ടാവുകയും പിന്നീട് ഗ്രൂപ്പുകൾ വഴി പോകുമ്പോൾ ഒരമീർ ഉൾപ്പെടെ ഭക്ഷണവും മറ്റു താമസ സൗകര്യങ്ങളെല്ലാം ആ ഗ്രൂപ്പുകൾ ഏർപ്പെടുത്തുകയും എല്ലാവർക്കും വേണ്ടി മുസ്ലിം ലീഗിൻ്റെ കാസർഗോഡ് ജില്ലാ കമ്മിറ്റിക്ക് വേണ്ടി ആദ്യമായി സ്വാഗതം ചെയ്യുകയാണ്. മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന സെക്രട്ടറി പോലെ നിങ്ങളുടെ കൂടെ ഇല്ലാത്ത ഇവിടെയുള്ള ഞങ്ങൾക്കെല്ലാവർക്കും വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. നമ്മുടെ സമുദായത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. നമ്മുടെ രാജ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. ലോകത്ത് കഷ്ടപ്പെടുന്ന എല്ലാ മനുഷ്യരാശിക്കും വേണ്ടി നിങ്ങളുടെ പ്രാർത്ഥന ഉണ്ടാകണം. പരിശുദ്ധ ഹജ്ജ് കർമ്മം നിർവഹിച്ച് വളരെ ആരോഗ്യത്തോടെയും സന്തോഷത്തോടെയും തിരിച്ചു വന്ന് നിങ്ങളുടെ കുടുംബത്തോടൊപ്പം നാട്ടുകാരോടൊപ്പം വീണ്ടും വളരെ സന്തോഷത്തിൽ കഴിയുവാൻ നിങ്ങൾക്കെല്ലാവർക്കും ജഗന്യാതാവായ അള്ളാഹു അനുഗ്രഹം നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ മുസ്ലിം ലീഗിൻ്റെ ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച ഈ ഹജ്ജ് ക്ലാസും യാത്രയപ്പം വളരെ സന്തോഷത്തോടെ ഉദ്ഘാടനം ചെയ്തതായിട്ടുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. വാഹനത്തിലും കിട്ടാതെ നോക്കിക്കൊണ്ടിരിക്കുക.
ഒരു തഫ്സീറിൻ്റെ കിതാബ് അദ്ദേഹം മുത്താല ചെയ്തുകൊണ്ടിരിക്കുന്നു, ഞാൻ ബേക്കിലിരിക്കുന്നുണ്ട്. ഒരു ഹദീസ് എത്തിയപ്പോൾ എന്നെ വിളിച്ചു, മുജിദിലാലാണ് വിളിച്ചത്, ഇത് നിങ്ങൾ കണ്ടോന്ന് ചോദിച്ചു. അപ്പം അത് മഹാനായ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു ഉംറക്ക് പോവാൻ നബി തങ്ങളോട് സമ്മതം ചോദിക്കാൻ വന്ന ഒരു സന്ദർഭം. അതിൽ ഹബീബായ മുത്തുനബി ഉമർ തങ്ങളോട് പറയുന്നുണ്ട്, ലാ ഉഖയ്യ ലാ തൻസിനി ഫീ സാലിഹി ദുആഇക. അങ്ങനെയാണ് ആ കിതാബിലുള്ളത്, ഹദീസുള്ളത്. ചിലത് ഫീ ദുആഇക എന്ന് മാത്രമുണ്ട്, ഇതിൽ ഫീ സാലിഹി ദുആഇക എന്നൊരു വാക്കുണ്ട്. അയാൾ കിതാബ് കൂട്ടി വെച്ചിട്ട് എന്നോട് പറഞ്ഞു, ഇത് വളരെ ചിന്തിക്കണം. ഒന്ന്, ഹബീബായ മുത്തനബിയാണ് ദുആ ചെയ്യാൻ പറഞ്ഞത്. ആരോട്? ഉമർ ഖത്താബ് തങ്ങളോട്. അവർക്ക് എത്രയോ മഹാനും ഉയർച്ചയും ഉന്നതിയൊക്കെ ഉള്ള മഹാനാണല്ലോ പ്രവാചകർ. അപ്പൊ എത്ര വലിയ ആളാണെങ്കിലും ഒരു യാത്രക്കാരനോട്, നല്ല ഒരു വഴിക്ക് പോകുന്നവനോട് ദുആ ചെയ്യാൻ പറയുന്നതിൽ, ഏൽപ്പിക്കുന്നതിൽ, വസിയത്ത് ചെയ്യുന്നതിൽ ഒരു മാറ്റവും കാണിക്കേണ്ടതില്ല എന്നൊരു പാഠമുണ്ട്. രണ്ടാമത് അടിവരയിട്ടത് ഫീ സാലിഹി ദുആഇക. ഫീ ദുആഇക എന്നാണ്. നമ്മളൊക്കെ ദുആ ചെയ്യുമ്പോൾ അനാവശ്യമായ ദുആ ചെയ്താൽ ആവശ്യവും കൂടി ലഭിക്കാതെ പോകും. മറ്റൊരാളെ നശിപ്പിക്കണമെന്നോ അല്ലെ എൻ്റെ അഞ്ചൻ്റെ കച്ചവടം പൊട്ടിക്കണമെന്നോ അല്ലെങ്കിൽ അയാൾ നീ ചെയ്യുന്ന നല്ല കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള ദുആയിൽ എന്നെയും മറക്കരുത് എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഞാൻ മുസ്ലിം ലീഗിൻ്റെ ജില്ലാ മുസ്ലിം ലീഗിൻ്റെ ഹജ്ജ് യാത്രയപ്പം ക്ലാസ്സുമാണ്, ഹാജിമാരെ പ്രതിനിധീകരിച്ചാണ് ഞാൻ സംസാരിക്കുന്നത്. അതുകൊണ്ട് എല്ലാവർക്കും പറയാനുള്ളത് ദ്വാരക്കണം. കോഴിക്കോട് പോകുന്നവർക്ക് തന്നെ ഇപ്പം എല്ലാവർക്കും അറിയാവുന്നതാണ്, കണ്ണൂരിന് പോകുന്നതിനേക്കാൾ 40,000 രൂപ കിട്ടുക. കൊച്ചിയിൽ നിന്ന് പോകുന്നതിനേക്കാൾ 40,000 രൂപ അധികമാണ്. അത് ഒരുപോലെ ആക്കാൻ കഴിയുന്നില്ല, എന്താ നമുക്കറിയില്ല. അപ്പൊ ഏതായാലും ഉത്തരം കിട്ടുന്ന 15ഓളം സ്ഥലങ്ങളുണ്ട്. ആ സ്ഥലങ്ങളിൽ നിന്നൊക്കെ ആത്മാർത്ഥമായി സമുദായത്തിന് വേണ്ടി, കുടുംബത്തിന് വേണ്ടി, രാജ്യത്തിന് വേണ്ടി ദുആ ചെയ്യാൻ, വേണ്ടതുപോലെ ദുആ ചെയ്യാൻ അറിവ് പകരുന്നതിന് വേണ്ടിയുള്ള ഒരു ക്ലാസ്സാണ് ജില്ലാതലത്തിൽ സംഘടിപ്പിക്കുന്നത്. ജില്ലയിലെ എല്ലാവർക്കും, ഞാനിപ്പോൾ മഞ്ചേശ്വരം താലൂക്ക് ഹോസ്പിറ്റലിൽ നിന്നാണ് വന്നത്. അവിടെ നിന്ന് 100ഓളം ആളുകൾക്ക് കുത്തിവയ്പ്പ്, 100 ആളുകൾക്ക് കുത്തിവയ്പ്പ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവരും നേരത്തെ ക്ലാസ്സിൽ പങ്കെടുക്കേണ്ട ആളുകളായിരുന്നു. അപ്രതീക്ഷിതമായി 2 പേർക്ക് ഒന്നിച്ച് വന്നപ്പോൾ അവർക്ക് പങ്കെടുക്കാൻ കഴിയാത്തൊരു സാഹചര്യം വന്നു. മറ്റന്നാൾ വ്യാഴം മഞ്ചേശ്വരം മണ്ഡലം മുസ്ലിം ലീഗിൻ്റെ കമ്മിറ്റി അവർക്ക് ഒരു യാത്രയപ്പം ഒരു പരിപാടിയും സംഘടിപ്പിച്ചിട്ടുണ്ട്. ദീർഘിപ്പിക്കുന്നില്ല. നിങ്ങളേവരും വളരെ ആകാംക്ഷയോടുകൂടി കാത്തുകൊണ്ടിരിക്കുന്ന ഈ മേഖലയിൽ വലിയ അനുഭവമുള്ള മികച്ച പ്രഭാഷകൻ ബഹുമാനായ ഉസ്താദിൻ്റെ ക്ലാസ്സിന് വേണ്ടിയാണ് കാത്തു നിൽക്കുന്നത്. ഈ ഹജ്ജിൻ്റെ ഈ ഒത്തുചേരൽ അല്ലാഹു ഖബൂലാക്കട്ടെ. എല്ലാവിധ ആശംസകൾ നേരുന്ന വാക്കുകൾക്കെതിരാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പരിശുദ്ധമായ ഹജ്ജുകളും നിർവഹിക്കുകയാണ്. ഞാൻ അതുപോലെ തന്നെ എല്ലാവരും 22-ാം തീയതിയാണ് മുഴുവൻ ക്ലാസ് അറിയിച്ചിട്ടുള്ളത്. ഈ പരിശുദ്ധമായ ഹജ്ജുകളും ഒരു ബുദ്ധിമുട്ടുകൂടാതെ നിർവഹിച്ച് നല്ല നിലയിൽ തിരിച്ചെത്താൻ നിങ്ങളെല്ലാവരും ആത്മാർത്ഥമായി പ്രവർത്തിക്കണമെന്ന് മാത്രമാണ് പറയാൻ. ലോക മുസ്ലിമുകളും അതുപോലെ ബഹുമാന്യരായ മായനാചാര്യരെ സൂചിപ്പിച്ചതുപോലെ ഇന്ത്യൻ മുസ്ലിങ്ങൾ ഒരുപാട് പ്രയാസങ്ങളും പ്രതിസന്ധികളും നിറഞ്ഞ ഒരു കാലഘട്ടത്തിലൂടെയാണ് നാം കടന്നു പോകുന്നത്. അതുകൊണ്ട് ആ പുണ്യഭൂമിയിൽ വെച്ച് ലോക മുസ്ലിങ്ങൾക്കും ഇന്ത്യൻ മുസ്ലിങ്ങൾക്കും നമുക്ക് എല്ലാവർക്കും വേണ്ടി പറയാനുള്ളത്
ഇപ്പോൾ കേരളത്തിൽ നിന്ന് 3 സ്ഥലത്തു നിന്ന് ഹജ്ജിന് പോകണം. ഒന്ന് കോഴിക്കോട്, ഒന്ന് കണ്ണൂർ, ഒന്ന് കൊച്ചി. ഇത് ഒരുപോലെ ആയി കിട്ടാൻ പറയുന്നതായിട്ട് എനിക്ക് കുഴപ്പമൊന്നും ഉണ്ടായിട്ടില്ല. അപ്പം ഞാൻ പറയാം, അത്രത്തോളം നമ്മൾ ദുആ ചെയ്യാറുണ്ട് എന്ന ഒരു സന്തോഷ വാർത്ത മുസ്ലിം ലീഗിൻ്റെ നേതാക്കളെ അറിയിക്കുമ്പോൾ അവർക്കൊരു ആത്മധൈര്യം ഉണ്ടാവുമല്ലോ. നമ്മളിങ്ങനെ വെറുതെ യാത്രയപ്പ് കൊടുക്കുകയല്ല, അവിടെ പോയിട്ട് നമുക്ക് വേണ്ടി ഇവർ ചെയ്യുന്നുണ്ട് എന്നെങ്കിലും തോന്നുന്നു. കുറേ വർഷമായിട്ട് അൽഹംദുലില്ലാഹ് ഈ പരിപാടിക്ക് ഇങ്ങനെ ക്ലാസ് എടുക്കാനുള്ള നേതൃത്വത്തിന് ക്ഷണിക്കപ്പെടാറുണ്ട്, ഇവിടെ എത്താറുണ്ട്. എല്ലാവരുമായിട്ട് കാണാനും ദുആ ചെയ്യാൻ, വസിയത്ത് ചെയ്യാനും, അറിയുന്ന എന്തെങ്കിലും പങ്കുവെക്കാനും ഒക്കെ സാധിക്കുന്നതിലും ഞാൻ സന്തോഷവാനാണ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അർഹമായ പ്രതിഫലം സംഘാടക സമിതിക്ക് അതുപോലെ തന്നെ ഇതുമായി ബന്ധപ്പെടുന്ന എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ. ഒരു ധാരണ പെശക്, ഇതെന്തോ ഭയങ്കരമാണ്. പിന്നെ കേൾക്കുന്നത് അവിടെ അങ്ങനെ മരിച്ചിന്, കല്ലെറിയുന്നിടത്ത് മരിച്ചിന്, അറഫയിൽ നിന്ന് വരുമ്പോൾ മരിച്ചിന്, പിന്നെ മിനായിൽ മരിച്ചിന്, മയ്യത്ത് കുന്നുകൂടിന്, ഇങ്ങനെയെല്ലാം കേൾക്കുന്നത് പത്രത്തിലൂടെയൊക്കെ കേൾക്കുമല്ലോ, ടി വിയിലൂടെ. നമ്മളവിടെ അറിയുന്നതിന് മുന്നേ ഇവിടെ അറിയാം. അപ്പം അങ്ങനെയെല്ലാം ആവുമ്പോൾ ഒരു ബേജാറ്, ഭയങ്കരമായ ഒരു ബേജാറ് ഉണ്ടാവലുണ്ട് സാധാരണ. എന്നാൽ സത്യം പറഞ്ഞാൽ മഗ്‌രിബ് നിസ്കരിച്ചു, ഇശാ വരെ എന്തെങ്കിലും ചൊല്ലി, ഇശാ കഴിഞ്ഞ് ചോറും വെച്ചിട്ട് രാവിലെ വരെ ഉറങ്ങി, സുബഹി നിസ്കരിച്ചു, അപ്പോഴേക്ക് ബസ് വന്നു, അതിൽ കയറിപ്പോയി, മിനാവിലെ എങ്കിൽ പിന്നെ എന്നാ ബേജാറ്? ഒരു ബേജാറും ഇല്ല. വെറുതെ ഉണ്ടാക്കിയത് ബേജാറ്, ക്ലാസ് എടുക്കുന്ന ആൾ ഉണ്ടാക്കി തന്ന ബേജാറ്, നിങ്ങൾക്ക് തോന്നിയ ബേജാറുമല്ല. ഞങ്ങൾ ഈ ക്ലാസ് ക്ലൈമാക്സ് ആക്കി അടുത്തങ്ങ് തന്നു നോക്കുമ്പോ പഠിച്ചോനെ ഇങ്ങനത്തെ ഒരു അജ്ജനക്ക് ചെയ്യാൻ കഴിയില്ല അമ്മോ. ഒരു ബേജാറ് നിങ്ങളെ മനസ്സിലുണ്ടായതാണ്. മയ്യത്ത് കുളിപ്പിക്കുന്നിടത്ത് ആ പ്രശ്നമുണ്ട്. മയ്യത്ത് കുളിപ്പിക്കുന്ന ക്ലാസ് എടുക്കലുണ്ട്. ചില ഉസ്താദന്മാർ വന്നിട്ട് 2 ദിവസം എടുക്കും. ആ മഹല്ലി തുറന്നു വെച്ചിട്ട് അല്ലെങ്കിൽ മുഅ്ദിനി തുറന്നു വെച്ചിട്ട് മയ്യത്ത് കുളിപ്പിക്കൽ അങ്ങനെ പറഞ്ഞ് എല്ലാം കൂടി പറഞ്ഞിട്ടാകുമ്പോൾ പണ്ട് കുളിപ്പിക്കുന്ന പെണ്ണുങ്ങളും പറയുക, ഇനി എന്നെ കൊണ്ട് കഴിയില്ല, ഞാൻ അങ്ങനെ മയ്യത്ത് കുളിപ്പിക്കാൻ എനിക്കറിയില്ല. പണ്ട് കുളിപ്പിക്കുന്നില്ലാണ്ടാവും. എന്നാ സംഗതി ക്ലാസ് എടുത്തോണ്ട് ഇല്ലെങ്കിലോ കുളിപ്പിക്കട്ടെ. ക്ലാസ് എടുത്തിട്ടില്ലെങ്കിൽ ആ കുളിപ്പിക്കുന്ന നടക്കും എന്ന് വെച്ചിട്ട് ക്ലാസ് വേണം. ഈ സമയം അവിടെ വേണം. ളുഹർ, അസർ, മഗ്‌രിബ്, ഇശാ, അന്ന് രാത്രി അവിടെ കൂടിയിട്ട് പിറ്റേന്ന് രാവിലെ സുബ്ഹി, അതും കഴിഞ്ഞിട്ടാണ് അടുത്ത സ്ഥലത്തേക്ക് പോകേണ്ടത് എന്നാണ് എൻ്റെ മസല. അപ്പൊ ഇത്രയും സമയം മിനായിൽ നിങ്ങൾ കഴിഞ്ഞു കൂടണം. എന്തോ കടുപ്പുണ്ടോ? ഒന്നുമില്ല. അധ്വാനിച്ചിട്ട് എന്തോ ചെയ്യാനുണ്ടോ? ഒന്നുമില്ല. എന്നാ ഇല്ലേ? ഉണ്ട്. അത് ഞാൻ പിന്നെ പറയാം. ഉണ്ട് എന്നുള്ളത് ഞാൻ പിന്നെ പറയാം. ബേജാറാവുന്നവർക്കാണ് ഞാൻ ഈ ആശ്വാസം പകർന്നു തരുന്നത്. ആ മിനായിൽ കയറിയിട്ട് വല്ലാണ്ട് ഉറക്ക് വരുന്നു, ഉറങ്ങിക്കോ. നിയ്യത്ത് ചെയ്യണം. എന്തിനും നിയ്യത്ത് ചെയ്യണ്ടേ? ഇന്നമൽ അഅ്മാലു ബിന്നിയ്യാത്ത്. അതാണ് ഹജ്ജിന്റെ അടുത്ത് എത്തുമ്പോൾ ഇഹ്റാം എന്ന ഭാഷാപരമായ ചെറിയൊരു മാറ്റത്തിൽ പറയുന്നത്. ഇഹ്റാം ചെയ്യാം. ഇഹ്റാം ചെയ്യാൻ അതിന് പറയാൻ കാരണം ആ നിയ്യത്ത് ചെയ്യലോട് കൂടി കുറേ കാര്യങ്ങൾ ഹറാമാവും. ഇഹ്റാം എന്ന് പറഞ്ഞാൽ ഹറാമാക്കുന്നത് എന്നാണല്ലോ ഭാഷാപരമായ അതിൻ്റെ അർത്ഥം. ഇഹ്റാം ഹറാമാക്കുന്നത്. പ്രതീക്ഷിക്കുന്നത് ഒരു പക്ഷേ പുറപ്പെടുന്നത് മുതൽ തിരിച്ചെത്തുന്നത് വരെ, അങ്ങനെ പരസ്യം ഉണ്ടാവില്ലേ? ഹജ്ജ് ക്ലാസ് പുറപ്പെടുന്നത് മുതൽ തിരിച്ചെത്തുന്നത് വരെ. എല്ലാ ക്ലാസ് എടുക്കുന്നവരും അങ്ങനെ തന്നെയാണ് പറയല്. കേട്ടിട്ട് മടുത്തിനോ ആളുകൾക്ക് എന്ന് വരെ എനിക്ക് തോന്നാറുണ്ട്. ക്ലാസ് എടുക്കുന്ന ആൾക്ക് തോന്നലില്ല മാത്രം. ആ ഒരു തരത്തിൽ ഒരേ ശൈലിയിൽ പുറപ്പെടുന്നത് മുതൽ ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹി അങ്ങനെ തുടങ്ങി ആ കാല് ഇടത്തേക്കാലോ വെക്കേണ്ടത് വലത്തേക്കാലോ വെക്കേണ്ടത്, ചെരുപ്പ് വലത്തേക്കാലിലോ ഇടേണ്ടത് ഇടത്തേക്കാലോ, ഇങ്ങനെ തുടങ്ങിയിട്ടാണ് സാധാരണ നമ്മൾ ക്ലാസ് അങ്ങനെ പോക്ക്. വയ്യ തിരിച്ച് നാട്ടിലേക്ക് എത്തുന്നത് പോലെ. അതിൽ നിന്ന് മാറി ഞാൻ നിങ്ങൾക്ക് ചെറിയ ആജിക്ക് ചെയ്യാൻ പ്രത്യേകമായി ഒന്നുമില്ല. മിനായിൽ അവിടെ കഴിഞ്ഞുകൂടുക. പിറ്റേന്ന് സുബ്ഹി നിസ്കരിച്ച് അപ്പോഴേക്കും നേരത്തെ വന്ന പോലത്തെ ഒരു ബസ് വന്നു. ഈ ടെന്റിൽ നിന്ന് റോഡ് മലയൊക്കെ ഇറങ്ങി ബസ്സിൽ കയറി. എവിടത്തേക്കാണ് അറിയില്ല. ഇന്നെ വെക്ക് അറിയില്ല എന്ന് സങ്കല്പിക്കും. അറിയണ്ട. ബസ് നേരെ കൊണ്ടുപോയിട്ട് എവിടെ ഇറക്കുന്നോ അവിടെ തന്നെയാണ് നമുക്ക് പോകേണ്ടത്. നമ്മളെ കൊണ്ടുപോയിട്ട് എവിടെ ഇറക്കുന്നോ അവിടെയാണ് നമ്മൾ ഇറങ്ങേണ്ടത് എന്ന് മാത്രം അറിഞ്ഞാൽ മതി. അവിടെ എത്തി എല്ലാവരും ഇറങ്ങുമ്പോൾ നമ്മളും ഇറങ്ങുന്നു. അവിടെയും ഉണ്ടാവും ഒരു ചെറിയ ടെന്റ്, തുണിന്റെ. ഈ തുണിന്റെ ടെന്റിൽ നമ്മൾ കഴിഞ്ഞു കൂടുന്നു. ഇതെവിടെയാ സ്ഥലം? ഒന്ന് പറഞ്ഞ പോന്നാൾ ആജിക്കമാർ ആരെങ്കിലും? അറഫ. ഈ അറഫയിലാണ് ഇപ്പൊ നമ്മളുള്ളത്. അൽ ഹജ്ജു അറഫ എന്ന് പറഞ്ഞ അതിഭയങ്കരമായ ഒരു ഹദീസിലൂടെ
അറഫ എന്തോ അവിടെ ഇറങ്ങി. ആ ടെന്റ് ഇപ്പൊ പഴയ ടെന്റ് അല്ല, തുണിന്റെ ടെന്റ് ഒന്നും അല്ല, ഇതേപോലെ ഓഡിറ്റോറിയാണ്. ഇങ്ങനെയുള്ള ഓഡിറ്റോറിയം അല്ല, ടെന്റ് കൊണ്ടുണ്ടാക്കിയ ഓഡിറ്റോറിയം. നല്ല കൂളറെല്ലാം വെച്ച് നല്ല തണുത്ത് നല്ല സുഖം. ഇതേപോലെ ഇവിടെ പിന്നെയും തണുപ്പ് കുറവുണ്ട് നിനക്ക് ഒന്ന്, അവിടെ അത്രമേൽ സുഖമുള്ള തണുപ്പ്. ആ തണുപ്പ് ഉള്ള നല്ല സ്ഥലം, അവിടെ കിടന്നുറങ്ങി. ഇന്ന് സങ്കല്പിക്കുക, അവിടെ പോയിട്ട് അവിടെ ഉറങ്ങി. ഉറക്കനാണ് ഹജ്ജിന് പോയി എന്ന് വെക്കുക, ഒരു പെരു ഉറക്കൻ ഹജ്ജിന് പോയി. ഇവനിക്ക് ഹജ്ജ് കിട്ടുമെന്ന് നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ പിന്നെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണേ, ഞങ്ങൾ ഇങ്ങനെ പറയുന്നിടത്ത് നിന്ന് അല്ല ഇത്രയുള്ള ഈനായി ക്ലാസ്സിലൊക്കെ പോയ വെറുതെ ബേജാറായിട്ട് ക്ലാസ്സിലൊക്കെ അങ്ങനെ ചിന്തിച്ചൊക്കെയല്ല, ഇങ്ങോട്ട് നെഗറ്റീവായിട്ട് ചിന്തിക്കരുത്. ഇവിടെ ഒരു പോസിറ്റീവ് ഉണ്ട് എന്നേ എനിക്ക് പറയാനുള്ളൂ. നിങ്ങൾക്ക് ബേജാറാവേണ്ട, ഹജ്ജിന് കിട്ടി എന്നത് കൊണ്ടൊരു ബേജാറ് വേണ്ടാന്നാവാൻ വേണ്ടി പറയാം. അറഫയിൽ അവിടെ ഇറങ്ങി, അവിടെ ഉറങ്ങി. തുണി ഇറങ്ങിയിട്ട് പൊക്കിള് കണ്ട് വേഗം കയറ്റിയാൽ മതി. ഒതു മുറിഞ്ഞു പോയി, ഇനി എവിടെ പോയിട്ടാ പഠിച്ചോനെ ഒതു കൊടുക്കേണ്ടത്? ഒന്നും സാരമില്ല, അതങ്ങ് പൂർത്തിയാക്കിയാൽ മതി. ഒതു കൊടുത്തിട്ടില്ലെങ്കിൽ സാരമില്ല, പൂർത്തിയാക്കിയാൽ മതി എന്ന് പറഞ്ഞാൽ സഹ്യ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒതു മുറിഞ്ഞു പോയി എന്ന് വെക്കും. അതെല്ലാം അവിടെ സംഭവിക്കുന്ന കാര്യമാണ്. പിന്നെ നിങ്ങൾക്ക് എവിടെയോ പോകണം, ഒതു കൊടുക്കണമെങ്കിൽ അവിടെ ഒന്നും കൊടുക്കാൻ കഴിയില്ല. പിന്നെ പുറത്തിറങ്ങിയിട്ട് തവാഫ് ചെയ്യുക, ഒതു കൊടുക്കുന്ന സ്ഥലത്തേക്ക് പോകണം. അങ്ങനെ പോകുമ്പോൾ ബാങ്ക് കൊടുക്കാനൊക്കെ ആയിട്ടുണ്ടെങ്കിൽ പിന്നെ ഉള്ളിലേക്ക് കയറ്റുകയും ചെയ്യില്ല, പിന്നെ നിങ്ങൾക്ക് തവാഫ് ചെയ്യാനും കഴിയില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ സഹി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒതു മുറിഞ്ഞു പോയെങ്കിൽ ഒതു ഉണ്ടാവില്ല, സുന്നത്താണ്, ഒതു കൊടുക്കണം, ഒതു ഉണ്ടായിക്കോട്ടെ, എല്ലാം ഞാൻ സമ്മതിക്കുന്നു. അഥവാ ഒതു മുറിഞ്ഞു വലിയ ആശ്വാസമാണല്ലോ. ഒരറിയാത്ത ആദ്യമായിട്ട് പോയവരെ സംബന്ധിച്ചിടത്തോളം എവിടെ പോയിട്ടാ ഒതു കൊടുക്കേണ്ടതെന്ന് ഒരു പിടുത്തവും കിട്ടൂല. അപ്പൊ അങ്ങനെയാകുമ്പോൾ സഹിയിൽ അങ്ങനെ ഒരു ആനുകൂല്യമുണ്ട്. തവാഫിൽ ഈ ആനുകൂല്യം ഒന്നുമില്ല. തീരോളം വുദൂ വേണം, തീരോളം ഔറത്ത് മറക്കണം, തീരോളം ഇടതുഭാഗം തെറ്റാണ്ടാവണം. ഇത് കാര്യമായി ശ്രദ്ധിച്ചാൽ മറ്റുള്ള അമലൊക്കെ എളുപ്പമാണ്. അറഫയിൽ നിൽക്കലാണെങ്കിലും മിനായിലാണെങ്കിലും മുസ്ദലിഫയിലാണെങ്കിലും ഒന്നും ആരും പറഞ്ഞു തരുമൊന്നും വേണ്ട, അങ്ങ് പോയിട്ട് അത് ആ അമലങ്ങ് ചെയ്താൽ മതി. എന്നാൽ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊന്ന്, കാര്യമായിട്ട് നമ്മൾ പിന്നെ ഇപ്പൊ മിനായിൽ അതെന്നെ പറയാം, ആദ്യം നമ്മൾ പറഞ്ഞ അവിടത്തേക്ക് തന്നെ എത്താം. മിനായിലെത്തിയാൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, മിന ദുആക്ക് ഉത്തരം കിട്ടുന്ന ഒരു സ്ഥലം. ഹാജിമാര് 10, 35, 40 ലക്ഷം ആളുകൾ ഒരേ സമയത്ത് ഒരുമിച്ച് കൂടുന്ന ഒരു സ്ഥലം. ഇബ്രാഹിം അലൈഹിമെങ്കിൽ കൂട്ടത്തിൽ മറ്റേ പത്രവും വാങ്ങിക്കൊണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ അന്നത്തെ ദിവസം അള്ളാന്റെ തൗഫീഖോട് കൂടി ഇബ്ലീസിന് നല്ല സുഖമുള്ള ദിവസമാണ് മിനായിൽ. എത്ര അനുഭവങ്ങൾ! അതുകൊണ്ട് ഞാൻ ഓർമ്മിപ്പിക്കുന്നു നിങ്ങളോട്, മിന ഒരു പരീക്ഷണാലയമാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് മിന പരീക്ഷണാലയമായതുപോലെ ഓരോ ഹാജിക്കും ആ ആളുടെ ഹജ്ജ് വേളയിലെ ഒരു പരീക്ഷണ കേന്ദ്രമാണ് മിന എന്ന ഓർമ്മ ഓരോ ഹാജിക്കും വേണം. മിനായിലെത്തിയ ഹാജി കൃത്യമായി ശ്രദ്ധിക്കണം, ഞാൻ മിനായിലാ ഉള്ളത്, ദുആക്ക് ഇജാബത്ത് കിട്ടുന്ന മണ്ണിലാ ഉള്ളത്, ഇബ്രാഹിം നബി മോനെ അറുത്ത മണ്ണിലാ ഉള്ളത്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഒരു പരീക്ഷണാർത്ഥം എന്നെ ഇവിടെ കൊണ്ടുപോയി ഇട്ടതാണ് ഇന്നത്തെ ദിവസം. നാളെയാണ് അറഫ അല്ലെ? മിനായിലെ 1-ാം ദിവസം മിനായിൽ കഴിഞ്ഞാൽ 2-ാം ദിവസം അറഫയാണല്ലോ. നാളെ അറഫയിൽ വെച്ചാണ് ഒരു ഹജ്ജാണ് മിനായിൽ കിടക്കേണ്ടി വരിക. അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് നമ്മൾ വല്ലാണ്ട് വർത്തമാനം പറയാൻ നോക്കും. ചില ആളുകൾ എവിടുന്നെങ്കിലും പോയിട്ട് വർത്തമാനകാല പത്രം വായിക്കണമെന്ന് പറഞ്ഞ് പത്രം വാങ്ങിയിട്ട് വരും. ആ പത്രം മിനായിലെ ഒട്ടാകെ ആള് വായിക്കും. പിന്നെ അന്നത്തെ ദിവസം അപ്പത്രത്തിലുള്ള വർത്താനം തന്നെയായിരിക്കും. മിനായിൽ അന്ന് ആ ദിവസം മുഴുവന് നമ്മുടെ കൂടെ വന്ന ഒരാൾക്ക്, അയാള് പിന്നെ ഒരു നല്ല ഉറച്ച മുസ്ലിം ലീഗുകാരനാണ്. അയാൾ എവിടെയോ സൂപ്പർ മാർക്കറ്റിൽ പോയിട്ടാണ് ചന്ദ്രയും വാങ്ങിയിട്ട് വരുന്നത്. നേരം വെളുക്കുമ്പോൾ, നേരം പുലരുമ്പോൾ ചന്ദ്രയും കൊണ്ട് അയാൾ എത്തും. സുബി നിസ്കരിച്ചിട്ട് അയാൾ റൂമിലേക്ക് വരാണ്ട് നേരെ സൂപ്പർ മാർക്കറ്റിലേക്ക് പോകും. എന്നിട്ട് സൂപ്പർ മാർക്കറ്റിൽ നിന്ന് ചന്ദ്രയും വാങ്ങിയിട്ടാണ് അയാൾ വരിക. പിന്നെ നമ്മളെന്നെ കൂടെ ആയതുകൊണ്ട് നമ്മളത് കർശനമായി കൺട്രോൾ ചെയ്ത് പോകുന്നത് കൊണ്ട് അതങ്ങനെ വലിയ വാർത്തയോ ചർച്ചയോ ഒന്നും ആവാറില്ല. സർക്കാർ വഴി പോകുന്നവർ ഈ അവിടെ അപ്പൊ ഒരുപാട് സ്ത്രീകളും ഒരുപാട് പുരുഷന്മാരും വെവ്വേറെ ടെന്റുകളിലായിട്ടാണ് മിനായിൽ നിങ്ങൾക്ക് ടെന്റ് ഒരുക്കുക. നിങ്ങൾ 3-4 ആള് മാത്രം ഒരു ടെന്റിൽ അങ്ങനെ ആയിരിക്കില്ല.
അപ്പൊ ഇതുപോലെ ഇപ്പൊ ഈ ഭാഗം അങ്ങനെ തന്നെ പുരുഷന്മാരും ഈ ഭാഗം അങ്ങനെ തന്നെ സ്ത്രീകളും കാണുന്നുണ്ടല്ലോ എന്നതുപോലെ ടെന്റിൽ നമ്മൾ ഇതുവരെ കാണാത്ത അനേകം ആളുകൾ ഒരുമിച്ച് ഒരു ബെഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ പുരക്കെ കട്ടുമിലിട്ട കടക്കല്ല, യാത്രക്കാർ ഇങ്ങനെ മടക്കിയിട്ട് കൊണ്ടുപോകുന്ന ഒരു ബെഡില്, ആ ബെഡിന് സമാനമായ കട്ടിയുള്ള ഒരു ബെഡ് അതൊരാൾക്ക്, തൊട്ടിപ്പുറത്ത് ഒരാൾക്ക് ആ ബെഡിന്റെ മുകളിൽ കിടക്കാനും ഇരിക്കാനും കഴിയാതിരിക്കുമ്പോ ബെഡ് എടുത്ത് മാറ്റിയാൽ നിലം, ആ നിലത്ത് ഒരാൾക്ക് കഷ്ടി കടക്കാൻ പാകത്തിലാണ് സ്ഥലം ഉണ്ടാകുക. അത്രയും ഉണ്ടാവും, എന്ത് അവകാശപ്പെട്ടാലും അത്രയും ഉണ്ടാവും. ഒരാൾക്ക് കഷ്ടി ആ മനസ്സ് കാണിച്ച ആ സ്ഥലം, ഓരോ മണൽത്തരിയും ഹാജിമാർക്ക് വേണ്ടി പടച്ച റബ്ബിനോട് ദുആ ചെയ്യുന്ന ഒരു പ്രദേശം, ചരിത്രമുറങ്ങിക്കിടക്കുന്ന മിന, ഹാജിയുടെ 1-ാം നാളിൽ ഹാജി എത്തിപ്പെട്ട് ഒരു ദിവസം താമസിക്കേണ്ട സ്ഥലം, ഒരു സെക്കൻഡ് പോലും ആ സ്ഥലം വെറുതെ കളഞ്ഞൂടാ, ഒരു സമയം പോലും വെറുതെ ആക്കിക്കൂടാ ആ സ്ഥലത്ത് വെച്ച് എന്ന ചിന്തയിൽ അവിടെ വെച്ച് പ്രത്യേകം ഹാജിക്ക് അമലൊന്നും ഇല്ലെങ്കിലും സാധാരണ അമലുകൾ, നിസ്കാരം 5 വഖത്ത് എന്തായാലും സമയത്ത് ചെയ്യണമല്ലോ, അതിന് പുറമെ പിന്നെ സുന്നത്ത് നിസ്കാരങ്ങള്, ദുആകള്, ദിക്റുകള്, സ്വലാത്തുകള്, രാത്രി സമയത്ത് ഹദ്ദാദ് അതുപോലുള്ളവ ഇതെല്ലാം മിനായിൽ വെച്ച് നല്ലോണം വർദ്ധിപ്പിക്കണം. ഏറ്റവും അധികം വർത്തമാനം പറഞ്ഞ് സമയം കളയുന്ന ഒരു സ്ഥലമാണ് മിന. നമ്മൾ അറിയുന്നിടത്തോളം ടെന്റിൽ കുറേ ആളാണ്. സർക്കാർ വഴി പോകുന്നവരെ സംബന്ധിച്ചിടത്തോളം ടെന്റ് നീളത്തിലാണ്, വലിയൊരു മദ്രസ പോലെയാണ്. ഒരു ഹാജിയുടെ സ്വീകാര്യത അറഫയിൽ വെച്ചാണല്ലോ രേഖപ്പെടുത്തുക. അത് രേഖപ്പെടുത്തുമ്പോ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് എന്നെ നാളെ സ്വീകരിക്കാൻ വേണ്ടി അറഫയിൽ ഒരുങ്ങുമ്പോ ഇന്നത്തെ ഈ പരീക്ഷണാലയത്തിൽ വിജയം വരിക്കേണ്ടതുണ്ട് എന്നുള്ളൊരു തോന്നല് മിനായിൽ ഒരു ദിവസം കഴിഞ്ഞുകൂടുന്ന ഹാജിക്കുണ്ടായാൽ അയാൾ സ്റ്റഡിയാവും, അയാൾ കൃത്യമായി സ്റ്റഡിയാവും. എന്താ സ്റ്റഡിയായാല്? ഒരു ഫിത്ന പറയാനും നിൽക്കൂല, ഒരു ഫസാദിനും നിൽക്കൂല, ഒരു തെറ്റുകുറ്റം പറയാനും നിൽക്കൂല, ഒരു തോന്നിയാസം നോക്കാനും നിൽക്കൂല, പറയാനും നിൽക്കൂല, ചെയ്യാനും നിൽക്കൂല, വെറുതെ റോഡിലിറങ്ങി കറങ്ങി നടക്കാൻ നിൽക്കൂല. എത്ര ആളുകൾ മിന ഉപയോഗപ്പെടുത്താതെ, നമ്മളൊക്കെ എത്ര പാടുപെട്ടിട്ടാണെന്നറിയോ നമ്മുടെ കൂടെയുള്ള 100 ആളെയോ 200 ആളെയോ മിനായി കൃത്യമാക്കാൻ വേണ്ടിയിട്ട് അവർക്ക് നേതൃത്വം നൽകല്. അങ്ങനെ നമ്മൾ ചിന്തിച്ചു പോക്കുണ്ട്. ഇത്രയൊക്കെ എടുക്കാൻ വേണ്ടി എനിക്ക് പരിചയമുള്ള ഒരാൾ കൂട്ടിക്കൊണ്ടുപോയി മിന. അപ്പൊ ഞാൻ കണ്ടിന് ടെന്റ്, ഇങ്ങനെ വിശാലമായ ടെന്റ്. ഞാനൊരു 11 മണി സമയത്താണ് അവിടെ എത്തിയത്. 11 മണി സമയത്ത് എന്നെ കൂട്ടിക്കൊണ്ട് പോയവര് മൈക്കും സെറ്റും എല്ലാം ആയിട്ട് നമ്മളെ റൂമിൽ നിന്ന് ഇങ്ങനെ പോയിട്ട് ടെന്റിലേക്ക് പോകുമ്പോ ആ ടെന്റില് 11 മണി നേരത്ത് കംപ്ലീറ്റ് ആൾ ഉറങ്ങുന്നുണ്ട്, കുറെ ആൾ വർത്താനം പറയുന്നുണ്ട്. ഇങ്ങനെ ഒരു മിനായില ഉള്ളത് എന്നുള്ള ഒരു ചർച്ച തന്നെ അവർക്കില്ല. അതുകൊണ്ട് ശ്രദ്ധിക്കുക, വളരെ ഗൗരവമായി ശ്രദ്ധിക്കുക. മിന എന്ന പുണ്യഭൂമിയുടെ ആത്മാവിനെ തൊട്ടറിയാൻ മിനായിൽ ഒരു ദിവസം കഴിഞ്ഞുകൂടുന്ന ഹാജിക്ക് സാധ്യമായെങ്കിൽ മാത്രമേ നാളെ അറഫയിൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് കബൂൽ ചെയ്യുകയുള്ളൂ. അല്ലെങ്കിൽ അറഫയിൽ നിന്ന് പേട് വലിച്ചെറിയും പോലെ വലിച്ചെറിയപ്പെടും. അല്ലാഹു കാക്കട്ടെ. വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കേസാണിത്. മിന നമ്മൾ അലങ്കോലപ്പെടുത്തി കളഞ്ഞാൽ, മിന പ്രയോജനപ്പെടുത്താതിരുന്നാൽ, മിനായിൽ പേട് വലിച്ചെറിയപ്പെടും പോലെ നമ്മളെ വലിച്ചെറിയപ്പെട്ടാൽ ഒന്നുമില്ലാണ്ട് തിരിച്ച് നാട്ടിലേക്ക് വരേണ്ടി വരും. ഹാജിന്നെല്ലാരും വിളിക്കും, ഹാജിക്ക വരുന്നുണ്ട്, അജുമ്മ വരുന്നുണ്ട് എന്ന് പറയും, കാണാൻ വരും, കൈ പിടിച്ചിട്ട് ദ്വാരക്കാൻ പറയും. എന്റെ അവരെ വിചാരം ഇതൊക്കെ ശരിക്കായിട്ട് വരുന്നതാണ് എന്നാണ്. പക്ഷെ അള്ളാഹുവിന്റെ റിക്കാർഡിൽ ആവാണ്ട് വരുന്നതാണ്. ഞാനൊരു ഹദീസ് ഓർമ്മിപ്പിക്കാം. ഒരാൾ ഹജ്ജിന് പോയിട്ട് അവൻ മീഖാത്തിൽ വെച്ച് ഇഹ്റാം ചെയ്തു എന്ന് ഞാൻ പറയുന്നത് നിങ്ങളെല്ലാം കേട്ടിട്ടുണ്ടാവും. ക്ലാസ്സിൽ ഹജ്ജിന് ഇഹ്റാം ചെയ്യാൻ വേണ്ടി പ്രത്യേകം നിശ്ചയിക്കപ്പെട്ട സ്ഥലമുണ്ട്, മീഖാത്ത്. ഉംറക്ക് നമുക്ക് മീഖാത്തുണ്ട്, ഹജ്ജിനും മീഖാത്തുണ്ട്. പക്ഷെ സർക്കാർ വഴി പോകുന്നവരാരും മീഖാത്തിൽ നിന്നല്ല ഹജ്ജിന് ഇഹ്റാം ചെയ്യുക. ഒരു 5-10 ദിവസം ഇങ്ങനെ ശീലിച്ചാലുള്ള ഗുണം എന്താ അറിയോ? പിന്നെ നാട്ടിൽ വന്നാലും
ഞാൻ മുസ്ലിമാണ്, ഇത് ഹറാമാണ്, ഞാൻ മുസ്ലിമാണ്, ഇത് ഹറാമാണ്. ആ ഒരു ചിന്ത, ഒരു ശീലം, ഒരു പ്രാക്ടീസ് ഹജ്ജിന്റെ കാലയളവിൽ ഹാജിക്ക് ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു കാര്യമാണ് കുറെ ഹറാമുകൾ നിശ്ചയിക്കുക വഴിയുണ്ടായത്. ഇപ്പൊ നാട്ടിൽ വന്നിട്ട് ഇത് ഹറാമാണ് എന്നുള്ളൊരു തോന്നല് നമ്മളെ തോന്നിപ്പിക്കും. ഞാൻ പറഞ്ഞു വരുന്നത്, ഒരു ഹജ്ജിന് ഇഹ്റാം ചെയ്യുന്നവൻ മീഖാത്തിൽ വെച്ച് ഹജ്ജിന് ഇഹ്റാം ചെയ്തു, ലബ്ബൈക് അല്ലാഹുമ്മ ഹജ്ജൻ ലബ്ബൈക്, അല്ലെ അങ്ങനെ പറയണമെന്ന് ക്ലാസ് കേട്ടിട്ടില്ല. നവൈത്തുൽ ഹജ്ജ പറഞ്ഞു കഴിഞ്ഞ ഉടനെ ലബ്ബൈക് അല്ലാഹുമ്മ ഹജ്ജൻ ലബ്ബൈക്, അങ്ങനെ സുന്നത്തുണ്ടല്ലോ. ഇനി ഉംറക്കാണെങ്കിൽ നവൈത്തുൽ ഉംറത്ത പറഞ്ഞു കഴിഞ്ഞ ഉടനെ പറഞ്ഞു കരുതി ഹജ്ജുക മബ്റൂർ, നിന്റെ ഹജ്ജ് മബ്റൂറ, ഗൈറു മർദൂദ്, നിന്റെ ഹജ്ജ് ചവറ്റുകൊട്ടയിൽ എറിയപ്പെട്ടതല്ല, നീ സമാധാനിച്ചോ എന്ന് ആ മലക്ക് പറയും. നമ്മൾ സാധാരണ വയലിൽ കേൾക്കലില്ലേ, ഒരാൾ മുഅ്മിനായ ഒരാൾ മരിക്കുന്ന സമയത്ത് മലക്കുകൾ ഇറങ്ങി വന്നിട്ട് ആ മലക്കുകൾ സന്തോഷ വാർത്ത അറിയിക്കും ഇവനോട്, ലാ തഹ്സൻ, നീ ബേജാറാവണ്ട, നീ ദുഃഖിക്കണ്ട, അല്ലാ തഹ്സനു, നിങ്ങൾ ആരും ദുഃഖിക്കരുത് എന്ന് പറയും എന്ന് കേട്ടിട്ടില്ലേ. എന്നതുപോലെ മലക്ക് അവനോട് പറയും, നിന്റെ ഹജ്ജ് മബ്റൂറ. പെണ്ണാണെങ്കിൽ അവളോട് പറയും, നിന്റെ ഹജ്ജ് മബ്റൂറ, നീ ബേജാറാണ്ട, പോയിക്കോ, മിനായിലും അറഫായിലും മുസ്ദലിഫായിലും മിനായിലും കല്ലെറിയുന്നിടത്തും ഒക്കെ പോ, തവാഫും സഅയൊക്കെ ചെയ്, നിന്റെ ഹജ്ജ് മബ്റൂറ, വിജയശ്രീലാളിതരായി നാട്ടിലേക്ക് മടങ്ങിക്കോ സന്തോഷത്തോടെ എന്ന് പറയും. ആ കൂട്ടത്തിൽ ഹജ്ജുക മഖ്ബൂൽ ഹജ്ജുക മബ്റൂർ ഗൈറു മർദൂദ്. അൽഹംദുലില്ലാഹ്, അത് കേൾക്കുമ്പോൾ നമുക്ക് വലിയ ആശ്വാസമാണ്. പക്ഷെ കേൾക്കാൻ ഈ ചെവിക്ക് സാധ്യമല്ല, അത് കൽബ് കൊണ്ട് കേൾക്കേണ്ടതാണ്. അതിനുള്ള ഒരുക്കമാണ് നമ്മൾ ഇവിടെ നിന്ന് ഒരുങ്ങേണ്ടത്. എന്താണ് ആ പറഞ്ഞതിന്റെ അർത്ഥം? ലബ്ബൈ, നിന്റെ ലബ്ബൈക സ്വീകരിക്കപ്പെട്ടിരിക്കുന്നു. ലബ്ബൈക അല്ലാഹുമ്മ ഹജ്ജൻ ലബ്ബൈക എന്ന് പറഞ്ഞില്ലേ, അല്ലെങ്കിൽ നവൈത്തുൽ ഹജ്ജ പറഞ്ഞ് കരുതിയില്ലേ, അത് സ്വീകരിക്കപ്പെട്ടിരിക്കുന്നു. വസഅദൈ, വിജയികളുടെ കൂട്ടത്തിൽ നിന്നെ അല്ലാഹു ചേർത്തിരിക്കുന്നു. ഹജ്ജുക മബ്റൂർ, നിന്റെ ഹജ്ജ് മബ്റൂറ. നിന്റെ ഹജ്ജ് സമയത്ത് മുത്തുനബി പറയുന്നു, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഒരു മലക്കിനെ ഇവന്റെ നേരെ ഇവനോടായി സംവദിക്കാൻ നിശ്ചയിച്ചു വെച്ചിട്ടുണ്ട്. 30 വരുന്നതും ഒരു സമയത്ത് ഒരു ദിവസം ആ മറ്റേ പാർട്ട്ണർ എന്നോട് തന്നെ പറയുന്നു, നിങ്ങളെ കൂടെയല്ലേ ഇന്നാൾ ഹജ്ജിന് വരുന്നത്? അതെ. ഓന്റെ ഹജ്ജ് കബൂലാവൂല. ഞാൻ പറഞ്ഞത് എങ്ങനെ നിങ്ങൾ തീരുമാനിക്കുക? എനിക്കറിയാം. അവനെങ്ങനെ നിങ്ങൾക്കറിയല്? ഞങ്ങൾ തമ്മിൽ പാർട്ട്ണറാണ്, ഞങ്ങളെ കണക്ക് ഇതുവരെ തീർത്തിട്ടില്ല. നേരത്തെ ഞാൻ അത്ഭുതത്തോടു കൂടി കേട്ട സംഗതി ഓർക്കുകയാണ്. സി.ടി. അഹമ്മദ് സാഹിബ് ഹജ്ജിന് പോകണം പോകണം എന്ന് എല്ലാവരോടും പറയും, പോകാൻ വേണ്ടി എല്ലാവരും പറയുമ്പം പോകണമെന്നും പറയും. പക്ഷേ ഇക്കൊല്ലം ആകുന്നത് കഴിഞ്ഞ കൊല്ലം വരെ ഉണ്ടായത് വലിയ ഒരു കടമാണ്. കടം വീട്ടിയൊക്കെ തീർന്ന് റാഹത്തായിട്ടാണ് ഇക്കൊല്ലം പോകാൻ ഒരുങ്ങുന്നത് എന്ന് കേട്ടപ്പോൾ എനിക്ക് സന്തോഷമായി. ഒപ്പം ഞാൻ ചരിത്രം ഓർത്തുപോയി. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ വഫാത്താകുന്ന സമയത്ത് അവിടുത്തെ പടയങ്കി ഒരു യഹൂദന്റെ വീട്ടിൽ പണയത്തിലായിരുന്നു. എന്നപോലെ 10-50 കൊല്ലം MLA ആയി, മന്ത്രിയായി, പൊതുപ്രവർത്തകനായി, ഏറ്റവും വലിയ കേരളത്തിലെ ഏറ്റവും മുന്തിയൊരു നാട്ടിൽ ജീവിച്ചിട്ട് കഴിഞ്ഞ കൊല്ലം വരെ ഹജ്ജിന് പോകാൻ സൗകര്യപ്പെടാതെ വന്നത് കടം വീട്ടാതെ ഒരവസ്ഥ വന്നിട്ടാണ് എന്നറിഞ്ഞപ്പോൾ സത്യത്തില് എനിക്ക് ആ ചരിത്രം ഓർമ്മ വന്നുപോയി. അൽഹംദുലില്ലാഹ്, എല്ലാം ക്ലിയറായി. ഇക്കൊല്ലെങ്കിലും പോകാൻ പറ്റിയല്ലോ, സന്തോഷം. അള്ളാഹു എളുപ്പാക്കട്ടെ. 17-ാം തീയതിയാണ് പോകാൻ തീരുമാനിച്ചിരിക്കുന്നത്. ഇന്ന് വരെ അടിച്ചിട്ടില്ല വിസ. നാളെ അടിക്കുമായിരിക്കും, മറ്റന്നാൾ അടിക്കുമായിരിക്കും. ഈ സമാധാനത്തിലാണുള്ളത്. ഹാജിമാര് വിളിച്ചിങ്ങനെ ചോദിക്കുന്നു, അല്ല ഉസ്താദെ അടിച്ചിട്ടില്ല എന്ന് കേൾക്കുന്നു, പത്രത്തിൽ കണ്ടിന്, അപ്പൊ അങ്ങനെയാണോ, കിട്ടൂലേ? ഒന്നും പറയാൻ കഴിയില്ല. എന്നാ പറയാ, ആരോടാ പറയാ? ഇങ്ങനെ ഒരു പ്രശ്നം കിടക്കുന്നുണ്ട്. അതുകൊണ്ട് ഒരാജിയും ബുദ്ധിമുട്ടരുത്. നിങ്ങൾക്ക് വിസയിൽ അടിച്ചു കഴിഞ്ഞു, ഇനി സർക്കാർ നിങ്ങൾക്ക് സമയം നിശ്ചയിക്കേ വേണ്ടു. ഇന്ന ദിവസമാണ് നിങ്ങൾ പുറപ്പെടേണ്ടതെന്ന് സമയം നിശ്ചയിക്കേ വേണ്ടു. ഞങ്ങൾക്ക് വിസ അടിച്ചിട്ടില്ല, ടിക്കറ്റെല്ലാം ഓക്കെയാണ്, ദിവസമൊക്കെ ക്ലിയർ ആണ്, ഫ്ലൈറ്റ് ഒക്കെ ശരിയാണ്, റൂമൊക്കെ അവിടെ ബുക്ക് ചെയ്യപ്പെട്ടിരിക്കുന്നു. പക്ഷേ വിസ ഇല്ലാണ്ട് പോവാൻ കഴിയില്ലല്ലോ. സൗദി വിസ അടിക്കണ്ടേ, ഹജ്ജ് വിസ.
അതിന്നും ആയിട്ടില്ല, ആർക്കും ആയിട്ടില്ല, ഗ്രൂപ്പിൽ പോകുന്ന ഒരാൾക്കും ആയിട്ടില്ല. അതുകൊണ്ട് എല്ലാവരും ദുആ ചെയ്യണം. പടച്ച റബ്ബ് എല്ലാ ഹാജിമാരുടെയും പ്രയാസങ്ങൾ നീക്കി സന്തോഷത്തിലാക്കട്ടെ, റാഹത്തിലാക്കട്ടെ. അവർ നിശ്ചയിച്ച ഏർപ്പാടാക്കിയ ടൈമിൽ തന്നെ സന്തോഷത്തോടെ പോകാനും ചെയ്യാനും വരാനും ഒക്കെ എനിക്കും അല്ലാഹു തആല തരട്ടെ. മനസ്സിന് സംതൃപ്തി അല്ലാഹു തആല തരട്ടെ. ധൈര്യം, അമലുകളൊക്കെ യഥാവിധി ചെയ്യാൻ എനിക്ക് കഴിയും ഇൻഷാ അല്ലാഹ്. ആ ഒരു ധൈര്യം അല്ലാഹു പകർന്നു നൽകട്ടെ. ഇപ്പൊ ഞാൻ ഓർമ്മിപ്പിക്കുന്നത്, ഒരുപാട് അധ്വാനിച്ച് കൊല്ലങ്ങളായി കാത്തിരിക്കുന്ന ഒരു ആഗ്രഹം പൂവണിഞ്ഞതാണ് ഈ കൊല്ലം. ഇവിടെ എന്നെ കൊണ്ടുവന്ന് ഈ പരീക്ഷണാലയത്തിലിട്ടിട്ട് നാളെ അറഫയിൽ പേടി വലിച്ചെറിയപ്പെടും പോലെ ഞാൻ ആയിപ്പോകുന്നത്. പടച്ചോനെ നീ അങ്ങനെ ആക്കല്ലേ എന്നുള്ള ദുആ കരഞ്ഞ് കരഞ്ഞ് മിനായിൽ വെച്ച് നടത്തണം. തലേന്ന് രാത്രി ഞാൻ ഈ പറഞ്ഞത് ഓർമ്മിപ്പിക്കണം. ഇത് എന്തിനാ ഇത്രയധികം ചെലവ്? 300 റിയാൽ എന്ന പൈസ എത്രയായി? 1000 ആൾ അങ്ങനെ കൊടുത്തു നോക്കുക, എന്തായിരിക്കും അയാള്? പിന്നെ വേറൊന്നും പണിയെടുക്കണ്ടല്ലോ, പിന്നെ വേറെ പണിയൊന്നും എടുക്കണ്ടല്ലോ, സുഖമായിട്ട് ഇങ്ങനെ ആടെ പോയിട്ട് അറക്കാനേറ്റാ പോരെ. അതൊന്ന്. രണ്ടാമത്തൊന്ന്, എൻ്റെ നേരിട്ടുള്ള അനുഭവത്തിൽ അറുക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ആളുകളിൽ നിന്ന് വാങ്ങി കുറച്ചറുത്ത് ബാക്കി അറുക്കാണ്ട് കിട്ടും. ഇങ്ങനെ ഒരുപാട് ചൂഷണങ്ങൾ അറിവിന്റെ മേഖലയിൽ നടക്കുന്നു. അതുകൊണ്ട് നമുക്ക് ഹദിയനെ, ഹജ്ജ് സുന്നത്തായ അറിവിനെ വല്ലോണ്ടങ്ങ് പ്രോത്സാഹിപ്പിച്ച് പറയാൻ കഴിയുന്നില്ല. നിങ്ങൾ പോയിട്ട് വാങ്ങി അറുക്കൂന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ ഫിദിയ അല്ലെങ്കിലും അറവ് സുന്നത്താണ്. അത് കടുപ്പപ്പെട്ട സുന്നത്താണ്, നല്ല സുന്നത്താണ്. പക്ഷെ നിങ്ങൾക്ക് പോയി അർത്താൻ മാത്രം പോരാ, ഇറച്ചി അവിടുത്തെ മിസ്കീന്മാർക്ക് വിതരണം ചെയ്യണം. അത് ഇവിടുത്തെ മിസ്കീന് കൊടുത്താൽ പോരാ, ബനു ഇസ്രായേലിലേക്ക് കൊടുത്തയച്ചാൽ പോരാ, അല്ലെങ്കിൽ മറ്റുന്ന ഫലസ്തീനിലേക്ക് കൊടുത്തയച്ചാൽ പോരാ. അവിടെ കഷ്ടപ്പെടുന്നതല്ലേ, പിന്നെ ഇസ്രായേൽ യുദ്ധത്തിൽ കഷ്ടപ്പെടുന്നതല്ല അവിടെ കൊടുക്കാൻ പറ്റൂല. ഹറമിൽ തന്നെ വിതരണം ചെയ്യണം. ഇമാം നവവി തങ്ങൾ പറഞ്ഞത് അറുത്ത ഇറച്ചി ഹറമിൽ തന്നെ വിതരണം ചെയ്യാൻ എപ്പോഴാണോ സൗകര്യപ്പെടുന്നത് അതുവരെ നിന്നിട്ട് അറുത്തിട്ട് കൊടുത്തിട്ടേ നാട്ടിലേക്ക് വരും. അങ്ങനെ നിയമം നവവി വളരെ കൃത്യമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ഓർമ്മ കൂടിയിട്ട് അയക്കുന്ന ഹജ്ജിന് ഇയാളെ ഡിമാൻഡ് വെക്കുന്ന എന്നെയും കൂടി കൂട്ടാൻ പറ, പൊരുത്തപ്പെടിക്കാൻ വേണ്ടി. ഇയാളെ ഇപ്പോഴും അതിലും കേട്ടിട്ട് ഇങ്ങനെ വന്ന് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഇങ്ങനെയാ പറഞ്ഞു, ഞാൻ മതി, അത്ര മതി, അങ്ങനെ പറഞ്ഞു കിട്ടിയാൽ മതി. മക്കൾ കൊണ്ടുപോകാതിരിക്കുമോ, അത് മക്കളെ ഇഷ്ടമാണ്, അത് നമ്മൾ ഇടപെടേണ്ട കാര്യമല്ല. ഇങ്ങനെ പോയല്ലോ, ചോദിച്ചല്ലോ, മതി. ഞാൻ പറഞ്ഞു വരുന്നത് ഇങ്ങനെയൊക്കെ ഉണ്ട്. വർഷങ്ങളായി ഭാര്യയുമായിട്ട് ഒരു ബന്ധവും ഇല്ലാത്ത ഒരാൾ ഉംറക്ക് പോകുമ്പോൾ എന്നോട് ഇങ്ങനെ അഭിപ്രായം പറയാൻ വേണ്ടി വന്നപ്പോൾ ഞാൻ ചോദിച്ചു, ഭാര്യനോട് സമ്മതമില്ലാക്കി ഓളെ വിടുപ്പ, ഓള് ഇൻസൾട്ട് ആക്കിയിട്ടാ പറയുന്നേ, ഓളെ വിട്, പിന്നെന്ത് ഉംറാന്ന് ഞാൻ ചോദിക്കുന്നത്. ഓളെ വിട്ടിട്ട് പിന്നെന്ത് ഉംറ, പിന്നെന്ത് ഹജ്ജ്? ഇങ്ങനെ ഉമ്മാനും ഉപ്പാനെയും നോക്കാത്ത എത്ര ആൾ ഹജ്ജിന് പോകുന്നുണ്ട്, ഭാര്യയും ഭർത്താവും കൂടി. ഉമ്മ കഷ്ടപ്പെടുന്നു, ഉമ്മയും ഉപ്പയും കൂടിയിട്ട് ജീവിക്കാൻ വകയില്ലാണ്ട് പൊരുത്തപ്പെടിക്കണ്ട്. അതുകൊണ്ട് നിങ്ങൾ പൊരുത്തപ്പെടിക്കണം എന്നാണ്. അത് എന്നോടും ഉണ്ടോന്ന് ചെയ്യുന്ന ഉസ്താദെ, ഞാൻ പോയാൽ ചിലപ്പോൾ കയറ്റുമെന്ന് അറിയില്ല. ഞാൻ പറഞ്ഞ അതൊന്നും നിങ്ങൾ നോക്കണ്ട, നിങ്ങൾ ചെയ്യേണ്ടത് ചെയ്യുക. എവിടെയാണോ തടസ്സം അവിടെ നിന്ന് ഇങ്ങോട്ട് പോരുക, കയറ്റിയിട്ടെങ്കിൽ ആടെ നിന്ന് ഇങ്ങോട്ട് പോരുക. അങ്ങനെ പോകാൻ പറഞ്ഞു. അങ്ങനെ മോളെയും കൂട്ടിയിട്ട് പോയി. ഭർത്താവ് വേറെ പെണ്ണെല്ലാം കെട്ടിട്ട് ഉഷാർ തന്നെ. ഇതിന് തലാക്കും ചെല്ലിയിട്ടില്ല, വേറെ കെട്ടാനും ഭാഗാനും വിട്ടിട്ടില്ല, ഇവളെ ജീവിക്കാനും വിട്ടിട്ടില്ല. ഇവളെ നോക്കിയിട്ട് ശരിക്ക് പറഞ്ഞ മട്ടലെടുത്ത് അടിക്കേണ്ട സൈസാണ് ഇതെല്ലാം. പക്ഷെ അത് പറഞ്ഞിട്ട് കാര്യമില്ല. സർവ്വസാധാരണമായിട്ട് നടക്കുന്ന പിന്നെ താക്കലിപ്പോ സമുദായത്തിൽ അങ്ങനെ നടക്കുന്ന നാണക്കേട് സഹിക്കാൻ അത് വേറെ വിഷയം. ഏതായിരുന്നാലും ഓൺ കെട്ടി വേറെ സൂഹിക്കുന്നു. അവിടത്തേക്ക് ഇവളും മോളും കൂടി പോയിട്ട് അവിടെ എത്തിയിട്ട് ഞാനിങ്ങനെ പോവുകയാണ്. ഉസ്താദ് ക്ലാസ്സിൽ കടുപ്പപ്പെടുത്തി പറഞ്ഞു, ഇങ്ങനെ ഭർത്താവിനോട് പൊരുത്തപ്പെടിച്ചിട്ടേ പോവാന്ന്, അങ്ങനെ വന്നതാണെന്നെല്ലാം പറയുമ്പോൾ ഇയാൾ പറഞ്ഞു, ഞാൻ പൊരുത്തപ്പെടാം, എന്നെയും കൂടി അയക്കാൻ പറ. മക്കത്തേക്ക് എന്നെയും കൂടി അയക്കാൻ പറ മക്കളോട്, നിന്നെ അവർ കൂട്ടിക്കൊണ്ട് പോകുന്നില്ലേ. അപ്പൊ ഉപ്പ ഇല്ലാത്ത അല്ലെങ്കിൽ ഭർത്താവ് ഇല്ലാത്ത ആ ഒരു ശൂന്യതയുടെ പ്രയാസം അപ്പൊ ഞാൻ പറഞ്ഞു, അങ്ങനെ പറഞ്ഞാൽ ശരിയാകും, ഹജ്ജ് നിങ്ങളതല്ലേ ഹജ്ജ് ചെയ്യുന്നത്, പിന്നെ ഓനോട് പറഞ്ഞാൽ ശരിയാവണ്ടേ. അതുകൊണ്ട് നിങ്ങൾ പൊരുത്തപ്പെടിക്കണം, എന്തായാലും പൊരുത്തപ്പെടിക്കാണ്ട് പോയാൽ ശരിയാവില്ല എന്ന് പറഞ്ഞാൽ അയാൾ പറയുന്നത് എന്നോട്, എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യാം, ഞാൻ പൊരുത്തപ്പെടാം, തിരിച്ചു വന്നിട്ടാകുമ്പോൾ ഞാൻ മിണ്ടൂലേ. അയാൾ ഇപ്പോഴേ എന്നോട് കരാറാക്കാണ്, തിരിച്ചു വന്നിട്ടാകുമ്പോൾ ഓനോട് ഞാൻ മിണ്ടൂല, ഓൻ ശരിയില്ല ഉസ്താദേ. ഞാൻ എന്നാ ഇങ്ങനെ പൊരുത്തപ്പെടിക്കും വേണ്ട. എന്തിനാ പൊരുത്തപ്പെടിക്കുന്നത്? തുടർന്ന് അങ്ങോട്ട് വളരെ നല്ല നിലക്കാകാനും മരിക്കുമ്പോൾ മര്യാദയ്ക്ക് മരിക്കാനും അല്ലേ.
അതില്ലെങ്കിൽ പിന്നെ നീ പൊരുത്തപ്പെടിക്കുന്നു. അപ്പൊ അതുകൊണ്ട് പൊരുത്തപ്പെടിക്കുന്നുണ്ടെങ്കിൽ നല്ല നിലക്കാവാൻ പൊരുത്തപ്പെടിക്കണം. ഇപ്പൊ അങ്ങനെയാണ്. ഒരു പെണ്ണുങ്ങൾ അതിനും ഞാന് ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ പിണങ്ങി ഹജ്ജിന് പോകുന്നതിനെ കുറിച്ച് കടുകടുപ്പത്തിൽ പ്രസംഗിച്ചു. അന്ന് രാത്രി ഈ പെണ്ണുങ്ങൾ എന്നെ വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു, എൻ്റെ ഭർത്താവും ഞാനും തമ്മിൽ 5-8 കൊല്ലായി ഉസ്താദെ വരാത്തതും നോക്കാത്തതും ഉണ്ടാത്തതും അങ്ങനെ മക്കളെല്ലാം കൂടി എന്നെ അയക്കുകയാണ്, ഞാനും പൊരുത്തപ്പെടിക്കണമെന്ന് വെച്ചു. ഞാൻ പറഞ്ഞു, ഇങ്ങനെ പൊരുത്തപ്പെടിക്കണ്ട, ഞാനും എൻ്റെ ഭാര്യ നല്ല ഞാൻ അമലുകളൊക്കെ അതിൻ്റെ പൂർണ്ണ രൂപത്തിൽ ചെയ്യാൻ പരമാവധി ശ്രമിക്കുക. ഒന്നും കൂടി ഞാൻ ഓർമ്മിപ്പിക്കാം. മുസ്ദലിഫയിൽ രാത്രി താമസിക്കും. എപ്പോ? നാളെ പെരുന്നാളാണെങ്കിൽ ഇന്ന് രാത്രി. അതാണ് അതിൻ്റെ വാജിബിൻ്റെ പൂർണ്ണ രൂപം. മുസ്ദലിഫയിൽ രാത്രി താമസിക്കാതെ കുറച്ചു നേരം അവിടെ ബസ്സിൽ തങ്ങിയിട്ട് ബസ്സിനെ നേരെ മിനായിലേക്ക് ആക്കുന്ന ഒരു സമ്പ്രദായം കൂടിക്കൂടി വരുന്നുണ്ട്. അതിന് ചില അമീറുമാര് നേതൃത്വം നൽകുന്നുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഒരു കാരണവശാലും അതിന് നിൽക്കണ്ട. മിനിമം മസ്അലയിൽ മുസ്ദലിഫ നട്ടപ്പാതിരാക്ക് ശേഷം ഒരല്പസമയം ബസ്സിലോ വണ്ടിയിലോ നിലത്തോ എവിടെയെങ്കിലും കഴിഞ്ഞു കൂടിയാൽ മതി എന്നത് ശരിയാണെങ്കിലും മുസ്ദലിഫയിൽ രാപ്പാർക്കുക എന്ന് പറഞ്ഞാൽ പുലരോളം അവിടെ ഉറങ്ങുക എന്നാണ്. ഉറങ്ങല ദ്വാരക്കലും താജുദിക്കിരിക്കലും അകലും നേരം വെളുക്കോളം. എവിടെ? നിലത്ത്, മണ്ണിൽ. അവിടെ ടെൻ്റൊന്നുമില്ല, AC ഒന്നുമില്ല, കൂടാരമൊന്നുമില്ല. ബസ് ഇറങ്ങുക, വിശാലമായ മുസ്ദലിഫ മരുഭൂമിയിൽ എവിടെയെങ്കിലും ഒരു സ്ഥലം കിട്ടുമോ നോക്കുക. ആ സ്ഥലത്ത് തുണിയുണ്ടെങ്കിൽ തുണി വിരിക്കുക, അല്ലെങ്കിൽ കടലാസോ ഹാർബോർഡോ എന്തെങ്കിലും കിട്ടുമെങ്കിൽ അത് വിരിക്കുക. അതിൻ്റെ മുകളിൽ കിടന്നിട്ട് ഉറങ്ങുക, രാവിലെ വരെ ഉറങ്ങുക. അതാണ് മുസ്ദലിഫയിൽ ചെയ്യേണ്ടത്. രാവിലെ വരെ എന്ന് പറഞ്ഞാൽ തഹജ്ജുദിൻ്റെ സമയം വരെ ഉറങ്ങുക, എഴുന്നേറ്റ് തഹജ്ജുദ് നിസ്കരിക്കുക, കുറേ ഇസ്തിഗ്ഫാറും ദിക്റും. ആ വെള്ളം കൊണ്ടാണ് ഒതു കൊടുക്കേണ്ടത്, ആ വെള്ളം കൊണ്ടാണ് കുളിക്കേണ്ടത്. 2-3 ദിവസം കഴിഞ്ഞാലേ നമ്മൾ കുളിക്കാറുള്ളൂ. പൈസ കൊടുത്ത് വാങ്ങിക്കൊണ്ടെന്ന വെള്ളത്തിനാണ് കുളിക്കേണ്ടത്. മത്താഫിലി മാർബിളൊന്നുമില്ല. മത്താഫിലി ഈ കരിങ്കല്ലിന്റെ ചൂടില്ലേ, നമ്മള് പിന്നെ ജില്ലിക്കല്ല്, ബേബി ജില്ലി മുറ്റത്തിടുന്നേ, അത് ചുറ്റുവിട്ടിട്ടാണുള്ളത്. കാല് ചെരുപ്പൊന്നും ഉണ്ടാവില്ലല്ലോ. കാലിനിങ്ങനെ കല്ല് തറച്ചിട്ട് തവാഫ് തീരുമ്പോഴേക്ക് മഅ്ശറ കാണും. അങ്ങനത്തെ ഒരു ഹജ്ജിൻ്റെയും അതെല്ലാം പവർഫുൾ ഹജ്ജാണ്. ഇന്ന് നേരത്തെ പറഞ്ഞാണൊക്കെ സുഖം കൂടി, സൗകര്യങ്ങൾ കൂടി, കണ്ണും ചിമ്മിയിട്ട് ഹജ്ജിന് പോയിട്ട് വരാനായി. പുറപ്പെട്ടത് മുതൽ തിരിച്ചു വരുന്നത് വരെ AC മാത്രമായി. സുഖം, നല്ല സുഖം, ഒന്നും ബേജാറില്ല. പെണ്ണിനൊറ്റക്കും പോവുക, മെഹ്റമും വേണ്ട, ഒറ്റ പെണ്ണിനും പോവുക, 3 പെണ്ണിനും പോവുക, 4 പെണ്ണിനും പോവുക, എല്ലാം പാസ്സായി. സുഖവും സൗകര്യവും കൂടി. 300 പെണ്ണുങ്ങളാണ് യാതൊരു മെഹ്റമും ഇല്ലാണ്ട് നമ്മളെ ജില്ലയിൽ നിന്ന് പോകുന്നത്. 300 പെണ്ണുങ്ങൾ. അനുകൂലി കെട്ടണ ഉസ്താദെ ഒരാൾക്ക് പിന്നെ അറഫയിൽ AC വേണ്ടിയിട്ട്. ഞാൻ പറഞ്ഞു, അറഫയിൽ AC ഒന്നും വേണ്ട, അറഫ സൂഹിക്കാൻ വന്നൊന്നല്ല എന്ന് പറഞ്ഞു. ഞാൻ പിന്നെ കാര്യത്തിൽ പറഞ്ഞാണ്. അങ്ങനെ രാത്രി അക്കൊല്ലം ഏറ്റവും വലിയ ചൂടുള്ള കൊല്ലം. നേരം വെളുക്കുന്നത് വരെ കണ്ണീമില്ല, ചിമ്മാൻ കഴിയുന്നില്ല. ശരിക്കൊരു തോർത്തും മുണ്ടുകൊണ്ട് ശരീരം ഒട്ടാകെ തുടച്ച് വൃത്തിയാക്കിയിട്ട് കുളിച്ചിട്ട് തോർത്തും പോലെ തോർത്തിയിട്ടാ കിടക്കുക. 5 മിനിറ്റ് കണ്ണിങ്ങനെ ചിമ്മുമ്പോഴേക്ക് ഒട്ടാകെ പൊട്ടി ഒലിക്കുന്നുണ്ടാവും വേർപ്പ്. അങ്ങനത്തെ ചൂട്. അക്കൊല്ലം കുറേ ആൾ മരിച്ചിന്. അതിനുശേഷം സർക്കാർ എന്നെ നിർബന്ധമാക്കി അറഫയിൽ AC നിർബന്ധം. ഇപ്പം AC നിർബന്ധമാണ് അറഫയിൽ. 200 ആൾക്ക് ഇതേപോലത്തെ ഒരു ടെൻ്റാണ്. ഇങ്ങനത്തെ ഓഡിറ്റോറിയം അല്ല, ടെൻറ്റ്. ഇതേപോലെ വായു കടക്കാത്ത വിധത്തിൽ കൂളർ വെച്ചിട്ട് തണുപ്പാണ്, ഫുൾ തണുപ്പാണ്. നല്ല പിന്നെ ബെഡ്ഷീറ്റും നല്ല കടക്കിയും തലങ്ങാണിയും ഒക്കെയാണ് അറഫയിൽ. സുഖാണ് ഉറങ്ങുന്നു. എനിക്ക് ഉറക്കൻ ഹജ്ജിന് പോയാൽ ഇക്കൊല്ലത്തെ പോലത്തെ സുഖം ദുനിയാവിൽ വേറെ കിട്ടൂല. അമ്മാതിരി സുഖമാണ് ഇപ്പം ഹജ്ജിന് പോയാൽ. പക്ഷേ അവിടെ മയങ്ങി വീണാൽ നഷ്ടപ്പെടുന്നത് ഭീമമായ നഷ്ടം, ഭയങ്കര നഷ്ടം. അതുകൊണ്ട് സുഖങ്ങൾ അതിൻ്റെ വഴിക്ക് വന്നോട്ടെ. AC വേണ്ടി AC ആക്കണ്ട. ഉള്ളത് കൊണ്ട് വേറെ തള്ളാൻ കഴിയില്ലല്ലോ. മാത്രമല്ല അമൽ ചെയ്യാനും കഴിയില്ല ചൂടിന്റെ കടുപ്പം കൊണ്ട്. നമ്മൾ എന്നെ ഇവിടത്തേക്ക് എന്തിനാ മാറ്റിയേ? നമ്മൾ അവിടെ നിന്ന് ഇവിടത്തേക്ക് മാറ്റിയത് എന്താ? ആളുകൾക്ക് സ്വസ്ഥമായി കേൾക്കാൻ. ഫാൻ കറങ്ങിയാൽ കുറച്ചും കൂടി കാറ്റ് കിട്ടും. നമ്മൾ വേണ്ടാന്ന് വെച്ചാൽ എന്താ? സൗകര്യമായിട്ട് ഒച്ച ശബ്ദം ഇല്ലാണ്ട് കേൾക്കാൻ. അപ്പൊ ഇതുപോലെ നമ്മൾ അതിനെ ആയിക്കോട്ടെ, ഇപ്പൊ കുഴപ്പമൊന്നുമില്ല, വലിയ പൈസയും കൊടുത്തിട്ട് പോകുന്നതന്നെ, നല്ല റൂമായ കുഴപ്പമൊന്നുമില്ല. പക്ഷെ വല്ലാത്ത സുഖമായി പോന്ന്. 5 സ്റ്റാർ പിന്നെ ഹോട്ടൽ എന്നെല്ലാം പറയുമ്പോൾ അത് സുഖം വല്ലാണ്ട് കൂടിപ്പോന്നു.
ഏതാ മണിയറ ബേക്കറി വെക്കണം കഴിഞ്ഞോലൊക്കെ ഞങ്ങൾക്ക് കിട്ടിയ റൂം. ഞങ്ങൾക്കെന്നെ പേടിയായിപ്പോയി ഒരു ആജിക്ക് ഇങ്ങനെയൊക്കെ ആകാവും. പിന്നെന്താന്ന് ആജിമാരൊക്കെ വലിയ പൈസ കൊടുത്തിട്ടല്ല. പക്ഷെ പൈസ അല്ലല്ലോ ഇവിടെ വിഷയം. നമ്മളെ എളിമയിലേക്ക് കൊണ്ടുവരേണ്ട അമലിനെ ആ പരിശുദ്ധമായ മക്കയിൽ നിന്ന് ഗ്രൂപ്പുകാരുടെ ആ കിടമത്സരത്തിനിടയിൽ സുഖങ്ങൾ വല്ലാണ്ട് കൂട്ടി അവർ പൈസ പൊടിക്കുന്നുണ്ട്. അപ്പൊ ശരി തന്നെ. പക്ഷെ സുഖം കൂടുമ്പോ അമല് കുറയല്ലേ? നിസ്കരിക്കാൻ പോകേണ്ട ഹറമിലേക്ക് പോകാണ്ട് ഒരു റോഡിന്റെ അപ്പുറത്ത് ബിൽഡിങ്ങും ഇപ്പുറത്തെ ഹറമും, അങ്ങനെയാണ് റൂം. ഒരു റോഡ് നടുക്കേ കൂടി, അപ്പുറത്ത് ബിൽഡിംഗ് ഇപ്പുറത്തെ ഹറം. തുള്ളിയ ഹറമിലെത്തും. എന്നിട്ട് ഹറമിൽ പോകാണ്ട് ആ ബിൽഡിങ്ങിലുണ്ട് ഹറമിലെ നിസ്കാരത്തിന്റെ നേരെ പള്ളി എന്ന് പറഞ്ഞാൽ ഹറമിലെ നിസ്കാരത്തിന്റെ ആ സൗണ്ടും ഓത്തും ഒച്ചയും എല്ലാം ഇവിടെ കേൾക്കും. ഇവിടെ നിസ്കരിക്കാൻ സൗകര്യം. അവിടെ പോകാണ്ട് ഇവിടുന്ന് നിസ്കരിക്കുന്നു. പറഞ്ഞേ അത് ആടത്തെ നിസ്കാരം തന്നെയല്ലേ ഉസ്താദെ? 1 കിലോമീറ്റർ ദൂരെ നിന്നാണ് നടന്നിട്ട് ആള് വരിക. അസീസിന്നാ നിങ്ങൾക്ക് പോകേണ്ട. 2 ആളൊന്നും കയറില്ല, കയറി പകുതിക്കേ. ഇയാൾ എന്നോട് പറഞ്ഞു ഞാൻ എന്തായാലും പോകില്ല, ഞാൻ ശ്രദ്ധിക്കണേ. അങ്ങനെ പോയിട്ട് ഒരു ദിവസം എന്നോട് വന്നിട്ട് പറഞ്ഞു ഞാൻ ജബൽനൂരിൽ പോയി വന്നു ഉസ്താദെ, കൊബീസ് വാർഡ് വിട്ട് ഗോറിനാകുമ്പോഴേക്ക് ഞാൻ ഹറമിലെത്തി. ഞാൻ പറഞ്ഞു ഇങ്ങ ആടെ തന്നെയാ പോയിന്. പണ്ടൊരു പെണ്ണുങ്ങള് പിന്നെ ഇതുണ്ടല്ലേ റുക്കുലിൽ യമാനി മുത്തിയിട്ട് പറഞ്ഞ് ഞങ്ങൾക്ക് അതിലുള്ള സുഖം കിട്ടി. റുക്കുലിൽ യമാനി എന്ന് പറഞ്ഞാൽ തിരക്ക് നന്ന കുറവില്ലാത്ത ഒരു ഇപ്പുറത്തൊരു മൂലയുണ്ട്. ആടി ആള് മുത്തുന്നുണ്ടായി. ഈ പെണ്ണുങ്ങൾ ഇങ്ങനെ ചുറ്റിക്കൊടുക്കുമ്പോൾ ഇവിടെ തിരക്ക് പറഞ്ഞിട്ട് ആടെ മുത്തി. റൂമിൽ വന്നിട്ട് പറഞ്ഞു ഞാൻ അതിലുള്ള സുഖം മുത്തി. ഭയങ്കരം പ്രശ്നം. ഓള് മുത്തി പോലും ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല. നമ്മളെ കൊണ്ടുപോകണം, നമ്മളെ അങ്ങനെ ആക്കണം. നമ്മൾ കൊണ്ടുപോകാനും കഴിയില്ല. നിങ്ങളെങ്ങനെ കൊണ്ടുപോക്കും? അങ്ങനെ കൊണ്ടുപോക്കും. നിങ്ങളും പോയിട്ട് മുത്തിക്കോ, നമുക്ക് അങ്ങനെ ആവുന്നില്ല. ആടെ തിരക്കാന്ന് ഭയങ്കര തിരക്കാന്ന്. ഭയ്യ അറിഞ്ഞു നോക്കുമ്പോ എന്നാ അറിയോ, ഇപ്പൊ നിങ്ങൾ മുത്തി ഈ മൂലക്ക, മറ്റേ മൂലക്കല്ല. ആടെ പെരും തിരക്കാണ്. ആടെ ആണുങ്ങൾക്ക് തന്നെ കിട്ടുന്നില്ല. എന്നിട്ടുണ്ട് കിട്ടാൻ. അപ്പൊ കിട്ടാവുന്ന പറഞ്ഞ കാര്യമില്ല. അദ്ദേഹത്തിനും കുടുംബത്തിനും അള്ളാഹു തആല നൽകി അനുഗ്രഹിക്കട്ടെ. പിന്നെ നമ്മുടെ സിറ്റി അബ്ദുൽ ഹാജി എന്ന ആളാണ് കളനാട് അല്ലേ, സാലിഹാജി എന്നൊരു സാലിഹായ മനുഷ്യനാണെന്ന് പറയാം. നമുക്ക് സാധാരണ അങ്ങനെ പറയും സാലിഹായ മനുഷ്യൻ. അപ്പോൾ പൊതുവെ ഞങ്ങളെ പോലത്തെ ആള് എന്തെങ്കിലും പരിപാടികൾ നടത്താൻ വേണ്ടി ശ്രമിക്കുമ്പോൾ മൈക്ക് സെറ്റ്, അതുപോലെ തന്നെ ഓഡിറ്റോറിയം, ഇത് രണ്ടും കൂടി സ്റ്റേജ് ആൻഡ് ഡെക്കറേഷൻ എന്ന് പറയുന്നില്ല, അതിനാണൊരു വലിയ എമൗണ്ട് കാണൽ. അത് കിട്ടാതെ വരുമ്പോഴാണ് പരിപാടി ഒന്നിക്കിൽ ശുഷ്കിച്ച പോലെ ഏതെങ്കിലും മദ്രസ ഗ്രൗണ്ടിലോ അല്ല ഹാളിലോ സ്കൂൾ ഹാളിലോ ഇങ്ങനെയൊക്കെ ആക്കി ചുരുക്കാൻ ശ്രമിക്കൽ. ഇങ്ങനെ ഓഡിറ്റോറിയം സൗകര്യം ചെയ്തു കൊടുത്ത സ്വാലിഹ ഹാജിയെ മുക്തകണ്ഠം പ്രശംസിക്കുന്നില്ല. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് കബൂൽ ചെയ്യട്ടെ. ഒരു ഒന്നിലധികമോ ലക്ഷം വാടക വാങ്ങുന്ന ഒരു സാധനം സൗകര്യം ചെയ്തു കൊടുക്കുക ഹാജിമാർക്ക് ക്ലാസ് എടുക്കാൻ വേണ്ടി എന്നത് ഒരു വലിയ ചിന്തയാണ്, നല്ല ചിന്ത തീർച്ചയായും. അപ്പൊ അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് അതിന് അർഹമായ പ്രതിഫലം അദ്ദേഹത്തിന് നൽകി അനുഗ്രഹിക്കട്ടെ. ഈ തണുപ്പ് നല്ല തണുപ്പ് നല്ല ഓഡിറ്റോറിയത്തിൽ ഇങ്ങനെ ഇരുന്ന് കേൾക്കാൻ സൗകര്യം. മറ്റേത് വലുതുമാണല്ലോ, അതേ സമയത്ത് അപ്പുറം ചെറിയ വരയാ വരച്ചെങ്കിൽ ഇതന്നല്ലേ വലുത് എന്ന പോലെ താരതമ്യം ചെയ്തിട്ട് അങ്ങനെ പറയാന്നേ ഉള്ളൂ. അല്ലെങ്കിൽ 4 ലക്ഷത്തോളം എന്ന് പറയുന്നത് വലിയൊരു തുക തന്നെയാണ് ഒരുക്കപ്പെടുന്ന സൗകര്യം അനുസരിച്ച്. കുറ്റം പറയല്ല ഞാൻ പറയുന്നത്. പിന്നെ നമ്മൾ ഇങ്ങനെയൊക്കെ ചെയ്യാൻ നിങ്ങൾക്ക് ഇതുമാട്ടെ. നമ്മൾ ഇൻഷാ അല്ലാഹ് ഹജ്ജെല്ലാം കഴിഞ്ഞിട്ട് ഒരു 9 ദിവസം 10 ദിവസം ബാക്കിയാകുന്ന സമയത്ത് നമ്മൾ മദീനത്തേക്കും. മദീന മറന്നൂടല്ലോ. മൻ ഹജ്ജ ഫലം യസുർ. ഞങ്ങൾക്ക് നീ ധാരാളമായി തരണേ റഹ്മാൻ. അതുപോലെ ഒരു ഹാജിക്ക് വേണ്ടത് പിന്നെ അവിടത്തെ ആയി പിന്നെ പള്ളിയിൽ വരല് കുറഞ്ഞ്, ഉംറക്ക് പോക്ക് കുറഞ്ഞ്, തവാഫ് കുറഞ്ഞ്, ഇങ്ങനെയൊക്കെ എത്രയോ കാണലുണ്ട്. പഠിച്ചോനെ അമല് ധാരാളം ചെയ്യാനുള്ള ഒരു തൗഫീഖ് നീ നൽകി അനുഗ്രഹിക്കണേ റഹ്മാൻ. അവിടെ നിന്ന് മാത്രം ചെയ്യാൻ കഴിയുന്ന അമലാണ് 10 കോടി പ്രതിഫലം കിട്ടുന്ന മസ്ജിദുൽ ഹറാമിലെ നിസ്കാരം, അതേപോലെ തന്നെ തവാഫ്. അതെല്ലാം അവിടെ നിന്ന് മാത്രമേ ചെയ്യാൻ കഴിയൂ. ആ അമലുകളൊക്കെ ധാരാളം ചെയ്യാൻ ഈ തൗഫീഖ് നൽകണേ അല്ലാഹ്. ഒരുപാട് സമയം മസ്ജിദുൽ ഹറാമിൽ ഇഅ്തികാഫിരിക്കാൻ ഈ തൗഫീഖ് നൽകണേ റഹ്മാൻ. അള്ളാഹുവേ, വളരെ ദൂരെ നിന്നാണ് ഞങ്ങൾ മൂടും തിക്കിൽപ്പെടും അങ്ങനെയൊക്കെ ആവാറുണ്ട്. അതിലൊന്നും ആവാതെ കൃത്യമായി തന്നെ കല്ലെറിഞ്ഞ് എല്ലാ ഏറും 73 കല്ലും പൂർണ്ണമായി സ്വന്തം തന്നെ എറിയാനുള്ള തൗഫീഖ് നീ തരണേ അല്ലാഹ്. ചില ആളുകൾ വേറെ ആളെ ഏൽപ്പിക്കലുണ്ട്. അങ്ങനെയൊന്നും ആവാതെ നേരെ നമുക്ക് തന്നെ പോയിട്ട് എറിയാൻ നീ തൗഫീഖ് നൽകണേ റഹ്മാൻ. അള്ളാഹുവെ, പരിശുദ്ധമായ ഹറമിൽ, ആ ഹറമിൽ ജീവിക്കുക എന്നുള്ളതൊരു വലിയ ഭാഗ്യം. നീ ഏറ്റെടുക്കുന്ന ഒരു വലിയ ആദരവാണ് നീ നൽകുന്ന.
ആ ആദരവ് ഞങ്ങൾക്ക് നീ നിലനിർത്തി തരണേ അല്ലാഹ്. ഒരു മുടക്കവും വരുത്തല്ലേ റഹ്മാൻ. അപേക്ഷ പാസ്സായി, കുത്തിവെപ്പ് നടത്തി, തലേന്ന് പോകണം, ഇന്ന് രാത്രി എല്ലാം കെട്ടി മൗലൂദെല്ലാം കഴിച്ച് റെഡിയായി ആളുകളൊക്കെ പോയി, നാളെ പുലർന്നാൽ ഹജ്ജിന് പുറപ്പെടാൻ വേണ്ടത്. ആ ദിവസമാണ് രാത്രി എൻ്റെ ഒരു പരിചയക്കാരൻ പെട്ടെന്ന് അറ്റാക്കായി മരിച്ചു. പിന്നെ അയാൾക്ക് മരിച്ചപ്പോൾ പോകാൻ കഴിഞ്ഞില്ല. അയാളുടെ ഭാര്യ ഇദ്ദയിലായതുകൊണ്ട് പാവം ആ പെണ്ണുങ്ങൾക്കും പോകാൻ പറ്റിയില്ല. ഇങ്ങനെയൊക്കെയാണ് മുടക്കങ്ങൾ വരുത്തി. ഏത് സമയത്താണ് എങ്ങനെയാണ് മുടക്കം വരിക എന്ന് പറയാൻ കഴിയില്ല. മക്കത്തെത്തി, ജിദ്ദയിലെത്തി, ബസ്സിന് മക്കത്തെത്തി, ലിഫ്റ്റിലേക്ക് കയറുമ്പോൾ ലിഫ്റ്റ് പൊട്ടി വീണിട്ട് 2 കാലും മുറിഞ്ഞിട്ട് അയാൾക്ക് ഹജ്ജിന് പോകാൻ പറ്റിയിട്ടില്ല. അവിടെ എത്തിയിട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല. മക്കത്തെത്തി മദീനത്തേക്ക് പോയി അടുത്ത ദുൽഹിജ്ജ 5-ന് കിട്ടിയൊരു നിധി പോലെയായിരുന്നു. ഞാൻ ക്ലാസ് എടുക്കും, മസല പറഞ്ഞു കൊടുക്കും, കാര്യങ്ങൾ في حب سيدنا محمد نور لبدر الهدى متمم قلبي يحن إلى محمد ما زال من وجده متيم صل على محمد يا رب صل عليه وآله شوق المحب إلى محمد أثنى وثم به تهيم أدعوك أحمد يا محمد يا سيد الرسل المقدم صل على محمد يا رب صل عليه وآله الهاشمي في كل محفل الصيرمي في وجه محتل الشافعي في يوم نمهل يا رب صل عليه وآله صل على محمد يا رب صل عليه وآله صلوا على الهادي المجاهد سحقا لمن عاده محايد صلوا عليه من شعب صامد يا رب صل عليه وآله صل على محمد يا رب صل عليه وآله اللهم صل على محمد يا رب صل عليه وآله صل على محمد يا رب صل عليه وآله اللهم صل على محمد يا رب صل عليه وآله في حب سيدنا محمد نور لبدر الهدى متمم قلبي يحن إلى محمد ما زال من وجده متيم صل على محمد يا رب صل عليه وآله شوق المحب إلى محمد أثنى وثم به تهيم أدعوك أحمد يا محمد يا سيد الرسل المقدم صل على محمد يا رب صل عليه وآله الهاشمي في كل محفل الصيرمي في وجه محتل الشافعي في يوم نمهل يا رب صل عليه وآله على محمد يا رب صل عليه وآله صلوا على الهادي المجاهد سحقا لمن عاده محايد صلوا عليه من شعب صامد يا رب صل عليه وآله على محمد يا رب صل عليه وآله اللهم صل على محمد يا رب صل عليه وآله يا رب العالمين الله الله صل على طه الأمين الله الله في كل وقت وحين املأ قلبي باليقين ثبتني على هذا الدين واغفر لي والمؤمنين
الله الله. يا رب العالمين الله الله، صل على طه الأمين الله الله، في كل وقت وحين املأ قلبي باليقين ثبتني على هذا الدين اغفر لي والمؤمنين الله الله. يا رب العالمين الله الله، صل على طه الأمين الله الله، في كل وقت وحين املأ قلبي باليقين ثبتني على هذا الدين واغفر لي والمؤمنين الله الله. أيها المسلمون، عيدكم مبارك وتقبل الله منا ومنكم صالح الأعمال، وكل عام وأنتم بخير. صل على طه الأمين الله الله، في كل وقت وحين املأ قلبي باليقين ثبتني على هذا الدين واغفر لي والمؤمنين الله الله. ഇവളണിയും പൊന്നല്ലേ, കനവുണരും ദിനമല്ലേ, മൊഞ്ചത്തി പെണ്ണിൻ നിൻ മനം, പെണ്ണഴകിനു മിഴിവേകി എന്നെന്നും നിന്നില്ലേ, മാറ്റേറും പൊന്നിൻ താരമേ. City Gold, Gold and Diamonds, Kerala and Karnataka, the glow of purity.
Venus Trading and Services, your trusted partner in Qatar. Looking for reliable services in Qatar? Welcome to Venus Trading and Services, your trusted partner near Al Said Bakery in Muntasa, Doha. Let us introduce our range of activities. At Venus Trading and Services, we offer certificates attestation in India and Qatar, legal translation in several languages, police clearance certificates, data flow and prometric, company formation, health card services. Our experienced team ensures smooth and hassle-free processes. Choose Venus Trading and Services as your trusted partner in Qatar. Contact us today, 55488910. Venus Trading and Services, near Al Said Bakery in Muntasa, Doha. Partner with Al Farha Tours and Service. ലക്ഷ്യം മികച്ച ജോലിയാണെങ്കിൽ പഠിക്കാം റൂട്രോണിക്സിന്റെ ഗവൺമെന്റ് അംഗീകൃത കോഴ്സുകൾ. കേരളത്തിലുടനീളമുള്ള അംഗീകൃത പഠന കേന്ദ്രങ്ങൾ വഴി SSLC, +2, ഡിപ്ലോമ, ഡിഗ്രി പഠനം പൂർത്തിയാക്കിയവർക്ക് ഇപ്പോൾ അപേക്ഷിക്കാം. SC/ST വിദ്യാർത്ഥികൾക്ക് 100% സൗജന്യവും ഒപ്പം മറ്റ് വിഭാഗങ്ങൾക്ക് നിബന്ധനകളോടെ 20% വരെ ഫീസ് ഇളവിലും പഠിക്കാൻ അവസരം. PSC നിയമനങ്ങൾക്ക് യോഗ്യമായ ഗവൺമെന്റ് അംഗീകൃത കോഴ്സുകൾ കൂടാതെ റൂട്രോണിക്സ് സർട്ടിഫൈഡ് കോഴ്സുകളും തിരഞ്ഞെടുക്കാം. കമ്പ്യൂട്ടർ പരിജ്ഞാനം നേടാം, ജോലി സാധ്യതകൾ കൂടുതൽ ഉറപ്പുള്ളതാക്കാം. കേരള സ്റ്റേറ്റ് റൂട്രോണിക്സിലൂടെ സുരക്ഷിതമായ ഭാവിക്ക് ഉറപ്പുള്ള അടിത്തറവാകൂ. വിളിക്കൂ 9072-767-005 or visit www.eduskilling.com.